വൈക്കാണ് 2021 തൊട്ട് 2023 വരെയുള്ള PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡോക്ടർ ജോൺസൺ ആസ് എ ക്രിട്ടിക്. ഡോക്ടർ ജോൺസൺ ആസ് എ ക്രിട്ടിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അദ്ദേഹം 18th സെഞ്ചുറിയിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ക്രിട്ടിക് ആയിരുന്നു. ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ തന്നെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ആൻഡ് എത്തിക്കൽ അപ്രോച്ച് ആയിരുന്നു. അദ്ദേഹം എംഫസൈസ് ചെയ്തിരുന്നത് മോറൽ വാല്യൂസ് ടീച്ച് ചെയ്യുന്നതാണ്. നിയർ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, ലിറ്ററേച്ചറിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങും ഉണ്ട്, ഇൻസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതും കൂടി അദ്ദേഹത്തിന്റെ ഒരു വ്യൂ ആയിരുന്നു. പിന്നെ അദ്ദേഹം പ്രിഫർ ചെയ്തത് പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ് ആണ്. റിജിഡ് ആയിട്ടുള്ള ക്ലാസിക്കൽ നോംസിനേക്കാളും പ്രിഫർ ചെയ്തത് പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു. അദ്ദേഹം സ്ട്രെങ്സ് ഒക്കെ പ്രേസ് ചെയ്ത ടൈമിൽ ഓരോ വർക്ക്സിലെ ഫ്ലോസും അക്നോളജ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രിഫേഴ്സ് ടു ഷേക്സ്പിയറിൽ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്സ്പിയറിന്റെ ഡ്രാമാറ്റിക് ജീനിയസിനെ അദ്ദേഹം പ്രേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ യൂണിറ്റീസിനോടൊക്കെയുള്ള ഒരു ഡിസ്റിഗാർഡ് അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊരു ഫ്ലോ ആയിട്ട്. ദെൻ ഫേമസ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് ആൻഡ് പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ ആണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ നേച്ചറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വാല്യൂഡ് ലിറ്ററേച്ചർ ദാറ്റ് റിഫ്ലക്റ്റഡ് റിയൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ് കാണിക്കുന്ന റിഫ്ലക്ട് ചെയ്യുന്ന ലിറ്ററേച്ചറിനെ വാല്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ അദ്ദേഹമാണ് മോഡേൺ ലിറ്റററി ക്രിറ്റിസിസത്തിന് ഒരു ഫൗണ്ടേഷൻ വഹിച്ചിരിക്കുന്നത്. ലൈക്ക് ബയോഗ്രഫി, അനാലിസിസ്, എത്തിക്കൽ ഇൻസൈറ്റ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് ആള് എഴുതിയിരിക്കുന്നത്. ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് അങ്ങനെ എഴുതിയ ഒരു വർക്കാണ്. ബയോഗ്രഫി, അനാലിസിസ് ആൻഡ് എത്തിക്കൽ ഇൻസൈറ്റ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എഴുതിയ ഒരു വർക്കാണ് ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹ്യൂമർ ഇൻ ബെർണാഡ് ഷോസ് പ്ലേസ്. ബെർണാഡ് ഷോയുടെ പ്ലേസിൽ ഹ്യൂമർ എങ്ങനെയാണ് വരുന്നതെന്നാണ്, ഹ്യൂമറിന്റെ റോളാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഷോയുടെ വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പാണ്, പിന്നെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അത് സ്ലാപ്സ്റ്റിക്കിനേക്കാളും എന്താ പറയാ, ഇത് ഐഡിയാസിലും ലോജിക്കിലും ഒക്കെയാണ് റൂട്ടഡ് ആയിരിക്കുക. സ്ലാപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മിസ്റ്റർ ബീൻ, പിന്നെ ടോം ആൻഡ് ജെറി, അതൊക്കെ സ്ലാപ്സ്റ്റിക്കിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ചാർലി ചാപ്ലിൻ, ഇതൊക്കെ സ്ലാപ്സ്റ്റിക്കിന്റെ എക്സാമ്പിൾസ് ആണ്. അത് ഒരു വേറെ ടൈപ്പ് ഓഫ് കോമഡി ആണ്. അതിലെ പോലെയല്ല ഷോയുടെ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ച് ഷാർപ്പ് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു വിറ്റാണ്. ദെൻ ഹ്യൂമർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൊസൈറ്റീനെ ക്രിട്ടിക് ചെയ്യാനാണ്. സൊസൈറ്റീനെ, പിന്നെ ക്ലാസ്, പിന്നെ പൊളിറ്റിക്സ്, പിന്നെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മാരേജ്, റിലീജിയൻ, അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടി ക്രിട്ടിസൈസ് ചെയ്യാനാണ് അദ്ദേഹം ഹ്യൂമർ യൂസ് ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റ്സ് ഐറോണിക്, എക്സാജറേറ്റഡ് ഓർ കോൺട്രഡിക്ടറി ക്യാരക്ടേഴ്സ് ഫോർ ഹ്യൂമറസ് എഫക്ട്. ഹ്യൂമറസ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഐറോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ക്യാരക്ടേഴ്സിനൊക്കെ ആള് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് എലീസ ഡൂലിറ്റിലും പിന്നെ പ്രൊഫസർ ഹിഗിൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും. ഇവർ രണ്ടുപേരും നമുക്ക് കാണാവുന്നത് പിഗ്മാലിയൻ എന്നുള്ള ഒരു വർക്കിലാണ്. ദെൻ അദ്ദേഹം പാരഡോക്സസും ഐറോണിക് സിറ്റുവേഷൻസ് ഒക്കെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിരുന്നു. കൺവെൻഷണൽ തിങ്കിങ്ങിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഹ്യൂമർ കൂടുതലും വന്നിരുന്നത് ക്ലെവർ ആയിട്ടുള്ള, വിറ്റി ആയിട്ടുള്ള, ഫാസ്റ്റ് പേസ്ഡ് കോൺവെർസേഷൻസിലൂടെയാണ് ഹ്യൂമർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നത്. ദെൻ സൊസൈറ്റിയുടെ ഹിപ്പോക്രസി, പിന്നെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിഡിക്കിളല്ലാതെ ലൈക്ക് സട്ടിലായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്തിരുന്നു. ഒരു ഐറണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ സട്ടിലായിട്ട് ചെറുതായിട്ടൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു റിഫൈൻഡ് ഹ്യൂമർ വഴി അദ്ദേഹം സൊസൈറ്റിയുടെ ഹിപ്പോക്രസി ഒക്കെ എക്സ്പോസ് ചെയ്തിരുന്നു. ദെൻ ഷോ ബിലീവ് ചെയ്തിരുന്നത് ഹ്യൂമർ എഡ്യൂക്കേറ്റ് ചെയ്യും വേണം, തോട്ട് പ്രൊവോക്ക് ചെയ്യും വേണം. ജസ്റ്റ് എന്റർടൈൻ ചെയ്യാൻ മാത്രമല്ല ഇത് വേണ്ടത്, ലൈക്ക് ഹ്യൂമർ വേണ്ടത്, അത് നമ്മളെ
ഹ്യൂമൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, പിന്നെ നമ്മുടെ ഉള്ളിൽ തോട്ട്സ് എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യണം. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹ്യൂമർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്ലേസിന്റെ എക്സാമ്പിൾസ് ആണ് പിഗ്മാലിയൻ, ആംസ് ആൻഡ് മാൻ, മാൻ ആൻഡ് സൂപ്പർമാൻ. ഇതൊക്കെ സോഷ്യൽ സട്ടയറും ഇന്റലക്ച്വൽ കോമഡിയും ഫിൽ ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലേസ് ആണ്. ദെൻ അടുത്തത് നോക്കാം, വിക്ടോറിയൻ പോയട്രി. വിക്ടോറിയൻ പോയട്രി നമുക്ക് അറിയാവുന്നതാണ്. ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന പോയിംസ് ആണ് വിക്ടോറിയൻ പോയട്രി. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1837 മുതൽ 1901 വരെയാണ്. ഇതൊരു ട്രാൻസിഷൻ എറയാണ്. റൊമാൻറ്റിസിസത്തിന്റെയും മോഡേണിസത്തിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ എറയാണ് വിക്ടോറിയൻ എറ എന്ന് പറയുന്നത്. ദെൻ സ്റ്റൈൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർമൽ സ്ട്രക്ചർ ആയിരുന്നു. കറക്റ്റ് ഒരു ഫോം ഉണ്ടായിരുന്നു, പിന്നെ മീറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഇമേജറിയും സിംബലിസം ഒക്കെ റിച്ച് ആയിരുന്നു. റിച്ച് ഇമേജറി ആൻഡ് സിംബലിസം ആയിരുന്നു. ദെൻ ഡ്രാമാറ്റിക് മോണോലോഗ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. മേജർ പോയറ്റ്സ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, റോബർട്ട് ബ്രൗണിംഗ്, മാത്യു അർണോൾഡ്, ക്രിസ്റ്റീന റോസറ്റി ആൻഡ് GM ഹോപ്കിൻസ് എന്നിവരാണ്. പിന്നെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ നമുക്കറിയാം വിക്ടോറിയൻ ഡിലേമ ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നത് മൂലം അത് കാരണം റിലീജിയനിൽ നിന്ന് ആൾക്കാർ അകലാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആൻസൈറ്റിയും ആസ്പിറേഷൻസ് ഒക്കെ വിക്ടോറിയൻ ഏജിലെ ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ വിക്ടോറിയൻ പോയട്രിയിൽ റിഫ്ലക്റ്റഡ് ആയിരുന്നു. ദെൻ തീംസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് ഡൗട്ട്. പറഞ്ഞല്ലോ, അവിടെ റിലീജിയനോട് ആ ഒരു അകൽച്ച വന്നു തുടങ്ങി. അപ്പൊ അവിടെ ഫെയ്ത്തും ഡൗട്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അതൊരു റാപ്പിഡ് ചേഞ്ചിന്റെ കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ എറ എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് തീമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഉണ്ട്. ദെൻ മൊറാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. വിക്ടോറിയൻ എറ എന്ന് പറയുമ്പോൾ വിക്ടോറിയൻ ഡിലേമ ആൻഡ് വിക്ടോറിയൻ മൊറാലിറ്റി ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വിക്ടോറിയൻ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. കുറേ ജെൻഡർ റോൾസും നോംസും പിന്നെ ഓരോ ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിലും കുറെ റൂൾസും മൊറാലിറ്റി അങ്ങനെയൊക്കെയുള്ള ടൈമായിരുന്നു. സോ മൊറാലിറ്റി പിന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയും തീംസ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദ നോവൽ ആസ് എ ലിറ്റററി ജാനർ. നോവൽ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ലോങ് പ്രോസ് നെറേറ്റീവ് ആണ്. അത് ഫിക്ഷണൽ ആയിരിക്കാം, സെമി ഫിക്ഷണൽ ആയിരിക്കാം. ഇത് പ്രോമിനന്റ് ആയത് 18th സെഞ്ചുറിയിലാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടാവും, പിന്നെ പ്ലോട്ട് ഡ്രിവൺ ആയിരിക്കും, പിന്നെ കൂടുതലും റിയലിസ്റ്റിക് ആയിരിക്കും, പിന്നെ ക്യാരക്ടേഴ്സിന്റെ ഇന്നർ തോട്ട്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ നോവലിൽ തന്നെ പല ടൈപ്പ് നോവൽസ് ഉണ്ട്, പല ജാനറസ് ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് നോക്കാം. റിയലിസ്റ്റിക് നോവൽ ഉണ്ട്, ദെൻ ഹിസ്റ്റോറിക്കൽ നോവൽ ഉണ്ട്, പിന്നെ ഗോത്തിക് നോവൽ, ഗോത്തിക് ഫിക്ഷൻ ഒക്കെ കേട്ടിട്ടില്ലേ, ഗോത്തിക് നോവൽ ഉണ്ട്, ദെൻ സൈക്കോളജിക്കൽ നോവൽ ഉണ്ട്, ദെൻ സോഷ്യൽ നോവൽസ് ഉണ്ട്, പിന്നെ മോഡേണിസ്റ്റ് നോവൽസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള നോവലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിൻ ഓസ്റ്റൻ, ചാൾസ് ഡിക്കൻസ്, ലിയോ ടോൾസ്റ്റോയ്, വിർജീനിയ വൂൾഫ് ആൻഡ് ജെയിംസ് ജോയ്സ് എന്നിവരാണ് മേജർ നോവലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ തീംസ് നോക്കുകയാണെങ്കിൽ സൊസൈറ്റി, ക്ലാസ്, പിന്നെ ഐഡന്റിറ്റി, പിന്നെ മൊറാലിറ്റി, ഹ്യൂമൻ സൈക്കോളജി ആൻഡ് റിലേഷൻഷിപ്സ് ഇതൊക്കെയാണ് കൂടുതൽ തീംസ് ആയിട്ട് വരുന്നത്. പിന്നെ ഓരോ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ കണ്ടംപററി ഇഷ്യൂസ്, ആ ടൈമിലെ ഇഷ്യൂസ് ഒക്കെ ചെറിയ രീതിക്കെങ്കിലും മോസ്റ്റ് ഓഫ് ദ നോവൽസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നോവൽ ജസ്റ്റ് ഒരു വർക്ക് മാത്രമല്ല, ആ ഒരു അത് എഴുതിയിരിക്കുന്ന കാലഘട്ടത്തിനെയും കൂടി ഒന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ഇഷ്യൂസ്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോവൽസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, AK രാമാനുജൻസ് പോയറ്റിക് ഡിക്ഷൻ. AK രാമാനുജന്റെ പോയറ്റിക് ഡിക്ഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ AK രാമാനുജന്റെ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കുറച്ച് വേർഡ്സ് കൊണ്ട് ഡീപ്പ് ആയിട്ടുള്ള തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. ചെറിയ വേർഡ്സ് ഉണ്ടാവുള്ളൂ. ആളുടെ പോയിന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്ത് സിമ്പിളാ, നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, അങ്ങനെ തോന്നും. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ ഒരു ഇത് ഇത്രയും മീനിങ് ഉണ്ടായിരുന്നല്ലേ, ആ ഒരു ഇത് തോന്നും. സോ ചെറിയ വേർഡ്സ് വെച്ചിട്ട്, കുറച്ച് വേർഡ്സ് വെച്ചിട്ട്, മിനിമം വേർഡ്സ് വെച്ചിട്ട് ഡീപ്പ് ആയിട്ടുള്ള തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്ന
ഒരാളാണ് AK രാമാനുജൻ എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ ട്രഡീഷനെയും വെസ്റ്റേൺ ലിറ്റററി ഫോംസിനെയും അദ്ദേഹം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും അത് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ എലമെന്റ്സും വെസ്റ്റേൺ എലമെന്റ്സും കൂടി ബ്ലെൻഡ് ചെയ്യുന്നത്. സോ അത് ചെയ്യുന്നുണ്ട്. പിന്നെ റിച്ച് ഇമേജറി ആണ്. നേച്ചറിൽ നിന്നാണ് ഇമേജറി ഒക്കെ ഡ്രോ ചെയ്യുന്നത്. ദെൻ റിച്വൽസിനെ കുറിച്ചും എവറിഡേ ഇന്ത്യൻ ലൈഫിനെ കുറിച്ചുമൊക്കെ AK രാമാനുജൻ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിച്ച് ഇമേജറി എന്ന് പറഞ്ഞല്ലോ, അതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഫയർവുഡ്, സ്നേക്സ്, മാംഗോസ്, റിച്വൽസ് എന്നിവയാണ്. ദെൻ അദ്ദേഹത്തിന്റെ പോയംസിന് ഒരു കോൺവെർസേഷണൽ ടോൺ ആണ്, നമ്മളോട് സംസാരിക്കുന്ന പോലെ ആ ഒരു ടോൺ ആണ്. സർഫസ് ലെവലിൽ അത് സിമ്പിൾ ആയിട്ട് തോന്നാം, പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീപ്പ് മീനിങ് ഉണ്ടായിരിക്കും, ലെയേർഡ് വിത്ത് മീനിങ് ആണ്. ദെൻ സട്ടിൽ ആയിട്ടുള്ള ഒരു അയണി ഉണ്ടാവും. ലൈക്ക് അതിൽ കൂടുതലും ഹ്യൂമൻസിനെ തന്നെ ലൈക്ക് നമ്മളെ തന്നെ ആ ഒരു ഇതാക്കുന്ന പോലെയാണ്, നമ്മളെ കളിയാക്കുന്ന പോലെയാണ്. സട്ടിൽ ആയിട്ടേ ഉള്ളൂ, ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ദെൻ കൾച്ചറൽ റെഫറൻസസ് ഉണ്ട് അദ്ദേഹത്തിന്റെ പോയട്രിയിൽ. കൾച്ചറൽ റെഫറൻസസ് ഉണ്ട്, ഇന്ത്യൻ ഇഡിയംസും ഇന്ത്യൻ മിത്സിനെ കുറിച്ചും പിന്നെ നേറ്റീവ് ടേംസ് ഒക്കെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഫിലോസഫിക്കൽ അണ്ടർടോൺസ് വരുന്നുണ്ട്. അതായത് ഐഡന്റിറ്റി ക്രൈസിസ്, മെമ്മറി, ട്രഡീഷൻ എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർഫീംസ് ആൻഡ് അലോമോർഫ്സ്. മോർഫീം പറഞ്ഞാൽ എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ് ഇൻ എ ലാംഗ്വേജ്. ലാംഗ്വേജിൽ ഏറ്റവും ചെറിയ മീനിങ് ആയിട്ടുള്ള ഒരു യൂണിറ്റിനെയാണ് മോർഫീം എന്ന് പറയുന്നത്. ഇറ്റ് കാനോട്ട് ബി ഫർദർ ഡിവൈഡഡ്. നമുക്കിത് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബുക്ക് എന്ന് പറയുന്നത് ഒരു മോർഫീമാണ്. അതിന്റെ കൂടെ ഒരു എസ് ചേർത്താൽ പ്ലൂറൽ ആയാൽ ബുക്സ് എന്നുള്ളത് 2 മോർഫീമാണ്. ബുക്ക് എന്നുള്ളത് ഒരു മോർഫീമും എസ് എന്നുള്ളത് വേറൊരു മോർഫീമും. അതങ്ങനെ 2 മോർഫീമാണ്. പിന്നെ മോർഫീംസ് 2 ടൈപ്പ് ഉണ്ട്, ഫ്രീ മോർഫീം ആൻഡ് ബൗണ്ട് മോർഫീം. ഫ്രീ മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നത്, അതായത് റൺ, ഹാപ്പി എന്നിവയുള്ളൊക്കെ എക്സാമ്പിൾ ആണ്. ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്, അതായത് പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ഉണ്ടല്ലോ, അൺ, ഇൻ, പിന്നെ എഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിഫിക്സും സഫിക്സും ഒക്കെ ഇല്ലേ, അതൊക്കെ ബൗണ്ട് മോർഫീമാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് ഫ്രീ മോർഫീമും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് ബൗണ്ട് മോർഫീമും. പിന്നെ അലോമോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് എ മോർഫീം വിത്ത് ദ സെയിം മീനിങ് ബട്ട് ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ഓർ സ്പെല്ലിംഗ്. മോർഫീമിന്റെ വേരിയൻസ് ആണ്, സെയിം മീനിങ് ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കും അല്ലെങ്കിൽ സ്പെല്ലിംഗ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്ലൂറൽ മോർഫീം ആയിട്ടുള്ള എസ്, ഇപ്പൊ നമ്മൾ ബുക്സ് എന്ന് വരുമ്പോൾ അതൊരു പ്ലൂറൽ മോർഫീം ആയല്ലോ, ആ ഒരു ഇതാണ്. ഫോർ എക്സാമ്പിൾ കാറ്റ്സിൽ എസ് എന്നുള്ള ഒരു സൗണ്ട്, അത് അല്ലോമോർഫാണ്. ദെൻ ഡോഗ്സിൽ സ് എന്നുള്ള ഒരു സൗണ്ട്, അതും അല്ലോമോർഫിന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റ് കൊളോണിയലിസം. പോസ്റ്റ് കൊളോണിയലിസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് ദ എഫക്ട്സ് ആൻഡ് ലെഗസി ഓഫ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. കൊളോണിയലിസത്തിന്റെയും ഇമ്പീരിയലിസത്തിന്റെയും എഫക്ട്സും ലെഗസിയും ഒക്കെ ക്രിട്ടിക്കലായിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇതിന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഐഡന്റിറ്റി, റേസ്, ലാംഗ്വേജ്, കൾച്ചർ, പവർ ഡൈനാമിക്സ് എന്നിവയൊക്കെയാണ്. ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് യൂറോസെൻട്രിക് നെറേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യുക, പിന്നെ കോളനൈസ്ഡ് വോയിസിനെ റീക്ലെയിം ചെയ്യുക എന്നിവയാണ് ഇതിന്റെ പേർപ്പസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡിറ്റി, മിമിക്രി, അദറിങ്, റെസിസ്റ്റൻസ് എന്നിവയാണ്. ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കൾച്ചേഴ്സ് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരാള് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വെക്കാം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇന്ത്യയിലെ കൾച്ചറും പിന്നെ അവിടുത്തെ കൾച്ചറും മിക്സ് ആവും, ബ്ലെൻഡ് ആവും. അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയലിസം വഴി ഇത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു പോസ്റ്റ് കൊളോണിയലിസം അല്ല, കൊളോണിയലിസം വഴി കൾച്ചേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ആവും. ആ ഒരു ആസ്പെക്ട് പോസ്റ്റ് കൊളോണിയലിസത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ മിമിക്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനൈസറിനെ ഇമിറ്റേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് ആയാലും അവരുടെ കസ്റ്റംസ് ആയാലും റിച്വൽസ് ആയാലും അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതിനാണ് മിമിക്രി എന്ന് പറയുന്നത്. അദറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഫീരിയർ ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. അവരുടെ വ്യൂവില്, അവരുടെ പെർസ്പെക്റ്റീവില് അവർ സുപ്പീരിയറും കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഫീരിയറുമാണ്. അതിനെയാണ് അദറിങ് എന്ന് പറയുന്നത്. ദെൻ റെസിസ്റ്റൻസ്, നമുക്കറിയാം കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒപ്പോസിഷനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കോളനൈസ്ഡ് റെസിസ്റ്റൻസ് കാണിക്കാൻ നോക്കി, സോ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ മേജർ തിങ്കേഴ്സ് എന്ന് പറയുന്നത് എഡ്വേർഡ് സൈഡ് ആൻഡ് ഹോമി ബാബ, ഗായത്രി ചക്രവർത്തി, സ്പിവക് എന്നിവരാണ് മേജർ തിങ്കേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ലിറ്ററേച്ചറിൽ തീംസ് ഓഫ് ഓപ്പറേഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, കൾച്ചേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, പിന്നെ ഡീകോളനൈസേഷൻ അതും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ മൂന്നെണ്ണമാണ് പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് വവൽ സിസ്റ്റം. ഇത് 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് കാരണം ശ്രദ്ധിച്ചിരിക്കും. വവൽസ് എന്ന് പറയുന്നത് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് മേജർ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ വോക്കൽ ട്രാക്ട്. വോക്കൽ ട്രാക്ടിൽ മേജർ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. ആൻഡ് വവൽസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ടങ് പൊസിഷൻ, ടങ് പാർട്ട് ആൻഡ് ലിപ് റൗണ്ടിങ്. ടങ് പൊസിഷനെയും ടങ് പാർട്ടിനെയും പിന്നെ ലിപ് റൗണ്ടിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വവൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ടങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണമാണ്. ഹൈ, മിഡ്, ലോ എന്നുള്ള പൊസിഷൻസ് ആണുള്ളത്. ദെൻ ടങ് പാർട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്, സെൻട്രൽ, ബാക്ക് എന്നീ 3 പൊസിഷൻ പാർട്ടാണുള്ളത്. ദെൻ ലിപ് റൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റൗണ്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺറൗണ്ടഡ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സീറ്റിൽ ഇ എന്നുള്ള ഒരു സൗണ്ട് ഹൈ, ഫ്രണ്ട്, അൺറൗണ്ടഡ് വവലിന് എക്സാമ്പിൾ ആണ്. സീറ്റിൽ ഇ എന്നുള്ള ഒരു സൗണ്ട് ഹൈ, ഫ്രണ്ട്, അൺറൗണ്ടഡ് വവലിന് എക്സാമ്പിൾ ആണ്. ദെൻ ബൂട്ടില് ഊ എന്നുള്ള ഒരു സൗണ്ട് ഹൈ, ബാക്ക്, റൗണ്ടഡ് വവലിന് എക്സാമ്പിൾ ആണ്. അത് ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചോളാം. ബൂട്ടിലെ ഊ എന്നുള്ള സൗണ്ട് ഹൈ, ബാക്ക്, റൗണ്ടഡ് വവലിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇംഗ്ലീഷ് ഹാസ് അറൌണ്ട് 12 പ്യുവർ വവൽസ് ആൻഡ് 8 ഡിഫ്തോങ്സ്. ഇംഗ്ലീഷിൽ അറൌണ്ട് 12 പ്യുവർ ആയിട്ടുള്ള വവൽസും 8 ഡിഫ്തോങ്സ് ആണുള്ളത്. പ്യുവർ വവൽസിനെ നമ്മൾ മോണോത്തോങ്സ് എന്നാണ് പറയുന്നത്. അത് സിംഗിൾ അല്ലെങ്കിൽ പ്യുവർ വവൽസ് ആണ്. ഫോർ എക്സാമ്പിൾ സീറ്റിൽ ഇ എന്നുള്ള ഒരു സൗണ്ട് ആണ് മോണോത്തോങ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽ ഗ്ലൈഡ്സ് ആണ്. ഒരു വവലിൽ നിന്ന് വേറൊരു വവലിക്കുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 വവൽ സൗണ്ട്സ് ഇൻ 1 സിലബിൾ. ഒരു സിലബിളിൽ തന്നെ 2 വവൽ സൗണ്ട്സിന്റെ കോമ്പിനേഷൻ, ഇതിനെയാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റൈഡില് ഐ എന്നുള്ള ഒരു സൗണ്ട് വരുന്നില്ലേ, അതാണ് ഡിഫ്തോങ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ വവൽ ലെങ്ത് ആൻഡ് ക്വാളിറ്റി ക്യാൻ എഫക്ട് മീനിങ്. വവൽ ലെങ്ത്തും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ മീനിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ആക്സെന്റ് അനുസരിച്ചും ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഷീപ്പ് ആൻഡ് ഷിപ്പ്. ഷിപ്പും ഷീപ്പും തമ്മിൽ ഒരു വവൽ ലെങ്ത്തിലാണ് ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്, സിമിലർ ആണ്. ആ വവൽ ലെങ്ത്തിലാണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അവിടെ മീനിങ് മാറുന്നുണ്ട്, ഷിപ്പ് ആൻഡ് ഷീപ്പ്. സോ അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. ദെൻ ഇംഗ്ലീഷ് വവൽ സിസ്റ്റം എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. കോംപ്ലെക്സ് ആവാൻ കാരണം അതിന്റെ റിച്ച് വെറൈറ്റിയും പിന്നെ റീജിയണൽ ഡയലക്ട്സിന്റെ ഇൻഫ്ലുവൻസുമാണ് ഇംഗ്ലീഷ് വവൽ സിസ്റ്റം കോംപ്ലെക്സ് ആവാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ആർ.കെ. നാരായണൻ ആൻഡ് റസ്കിൻ ബോണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഓതേഴ്സ് ആയിട്ടുള്ള ആർ.കെ. നാരായണനെയും റസ്കിൻ ബോണ്ടിനെയും അവരുടെ കമ്പാരിറ്റീവ് സ്റ്റഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആർ.കെ. നാരായൺ. ആർ.കെ. നാരായൺ ജനിക്കുന്നത് തമിഴ്നാട്ടിലാണ്. പിന്നെ അദ്ദേഹം എഴുതുന്നത് ഒരു ഇൻസൈഡേഴ്സ് പെർസ്പെക്റ്റീവ് എന്നാണ്. ഇന്ത്യൻ മിഡിൽ ക്ലാസ് ലൈഫിന്റെ കുറിച്ചൊക്കെയാണ് എഴുതുന്നത്. ഒരു ഇൻസൈഡേഴ്സ് പെർസ്പെക്റ്റീവ് ആണ് ഉള്ളത്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്നതാണല്ലോ, ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ ഇൻസൈഡേഴ്സ് പെർസ്പെക്റ്റീവ് ആണ്. സെയിം ടൈമിൽ റസ്കിൻ ബോണ്ടിനെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഡിസെന്റ് ആണ്. അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പേരൻസ് ബ്രിട്ടീഷ് ഡിസെന്റ് ആണ്. ദെൻ അദ്ദേഹം ഇവിടെ ജനിച്ചിട്ട് ഇവിടെ നിൽക്കാൻ, ഇവിടെ സ്റ്റേ ചെയ്യാൻ ചൂസ് ചെയ്യുകയായിരുന്നു. ദെൻ ഓഫേഴ്സ് ആൻഡ് അഫെക്ഷനേറ്റ് ഔട്ട്സൈഡേഴ്സ് വ്യൂ ഓഫ് ഇന്ത്യൻ കൾച്ചർ. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഡിസെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഔട്ട്സൈഡേഴ്സ് വ്യൂ ആണുള്ളത് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ. ഇന്ത്യൻ കൾച്ചറിന്റെ ഒക്കെ അതിനെക്കുറിച്ച് ഔട്ട്സൈഡേഴ്സ് വ്യൂ ആണ് ഉള്ളത്. ദെൻ ആർ.കെ. നാരായൺ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റഡ് ഫിക്ഷണൽ ടൗൺ ഓഫ് മാൽഗുഡി. മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്ഷണൽ ടൗണിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
എക്സ്പ്ലോറിംഗ് അർബൻ മിഡിൽ ക്ലാസ് സ്ട്രഗിൾസ്. അദ്ദേഹം അർബൻ മിഡിൽ ക്ലാസിന്റെ സ്ട്രഗിൾസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി ആ ഒരു ടോപ്പിക്കിൽ എഴുതിയിട്ടുണ്ട്, ആ ഒരു തീം വെച്ച് എഴുതിയിട്ടുണ്ട്. ദെൻ ഹ്യൂമൻ നേച്ചർ, ഇതൊക്കെയാണ് ആർ.കെ. നാരായണന്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ദെൻ റസ്കിൻ ബോണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് ഒക്കെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ളത് ഇന്ത്യൻ ഹിൽസിലും പിന്നെ കൺട്രി സൈഡിലും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നേച്ചർ, ചൈൽഡ്ഹുഡ്, പിന്നെ ലോൺലിനെസ്, ദെൻ പേഴ്സണൽ എക്സ്പീരിയൻസസിലൊക്കെയാണ്. പിന്നെ ആർ.കെ. നാരായണന്റെ പ്രോസ് നോക്കുകയാണെങ്കിൽ അത് ഹ്യൂമറസ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് സ്റ്റൈലാണ്, സെറ്റൈറിക്കലാണ്. പിന്നെ ഇന്ത്യൻ ട്രഡീഷൻസിലൊക്കെ ഡീപ്ലി റൂട്ടഡ് ആണ്. ഇനി റസ്കിൻ ബോണ്ടിന്റെ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ, സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഒരു ലിറിക്കൽ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ലാംഗ്വേജിനുണ്ട്. പിന്നെ നൊസ്റ്റാൾജിക് ആണ്. പിന്നെ കൂടുതലും നേച്ചറിനും ഇമോഷനും ഒക്കെ ഒരു എംഫസിസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ ഒരു റിഫ്ലക്റ്റീവ് മൂഡ് നമുക്ക് കാണാം. ദെൻ ആർ.കെ. നാരായണന്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജനറൽ ആയിട്ട് ഐറണി അല്ലെങ്കിൽ സോഷ്യൽ സറ്റയർ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. റസ്കിൻ ബോണ്ടിന്റെ നോക്കുകയാണെങ്കിൽ ഒരു സെന്റിമെന്റൽ വാംത്തും സിംപ്ലിസിറ്റി ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ആർ.കെ. നാരായണന്റെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷന്റെ തന്നെ ഒരു പൈനിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദെൻ റസ്കിൻ ബോണ്ട് ആണെങ്കിൽ അദ്ദേഹം ബിലൗഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലർ ആണ്. പ്രത്യേകിച്ചും യങ് റീഡേഴ്സിന്റെ ഇടയിൽ അദ്ദേഹം വളരെ ബിലൗഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെക്കാനിസംസ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് ദ എലിസബത്തിയൻ സ്റ്റേജ്. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സ്റ്റേജ് ഡിസൈൻ, ഫസ്റ്റ് സ്റ്റേജ് ഡിസൈൻ ആണ്. അത് ഓപ്പൺ എയർ തിയേറ്റർ ആയിരുന്നു. ഇപ്പോഴത്തെ പോലെ ഒരു ബിൽഡിങ്ങിലോ ഒരു ഹാളിലോ അങ്ങനെയൊന്നല്ല, ഓപ്പൺ എയർ തിയേറ്റർ ആയിരുന്നു. എക്സാമ്പിൾ ആയിട്ട് ഗ്ലോബ് തിയേറ്റർ. പിന്നെ മിനിമൽ സീനറി ആയിരുന്നു. കുറേ സീനറി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സീൻ സെറ്റ് ചെയ്യാനായിട്ട് അവര് റിലൈ ചെയ്തിരുന്നത് ഡയലോഗിലാണ്. മിനിമൽ സീനറി ആണെന്ന് പറഞ്ഞല്ലോ, സോ സീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് റിലൈ ചെയ്തിരുന്നത് ഡയലോഗ്സിലാണ്. ദെൻ അവർ ട്രാപ്പ് ഡോസും മൾട്ടിപ്പിൾ ലെവൽസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. ഓരോ സ്ഥലത്തിന് ഓരോ ലെവല് അങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ദെൻ ആക്ടിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ബോയ്സ് ആയിരുന്നു. ആ കാലത്ത് ഫീമെയിൽസ് ഒന്നും ആക്ട് ചെയ്തിരുന്നില്ല. ഫീമെയിൽ റോൾസ് ഉണ്ടെങ്കിൽ തന്നെ ബോയ്സ് ആണ് അത് പ്ലേ ചെയ്തിരുന്നത്. പിന്നെ ഫോക്കസ് ഉണ്ടായിരുന്നത് എലക്വന്റ് ഡെലിവറി ആൻഡ് എക്സാജറേറ്റഡ് ഫിസിക്കൽ മൂവ്മെന്റ്സിനും എലക്വന്റ് ഡെലിവറിയിലും ഫോക്കസ് ഉണ്ടായിരുന്നു. പിന്നെ നെറേറ്റീവിന് അല്ലെങ്കിൽ കമന്ററിക്ക് കോറസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, യൂസ് ഓഫ് എ കോറസ് ഉണ്ടായിരുന്നു. ദെൻ ഓഡിയൻസ് ഇന്ററാക്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട്ലിങ്സ് ആണ്. ഗ്രൗണ്ട്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ഓഡിയൻസ് നിന്നിട്ടാണ് പിറ്റില് നിൽക്കുക ആയിരുന്നു ചെയ്തിരുന്നത്. ദെൻ ഡയറക്റ്റ് എൻഗേജ്മെന്റ് വിത്ത് ദ ആക്ടേഴ്സ് ത്രൂ ചിയേഴ്സ് ഓർ ജിയേഴ്സ്. ഓഡിയൻസ് ആയിട്ട് ഡയറക്റ്റ് എൻഗേജ്മെന്റ് ആണ് ആക്ടേഴ്സിന് ഉണ്ടായിരുന്നത്. ചിയേഴ്സിലൂടെ അല്ലെങ്കിൽ ജിയേഴ്സിലൂടെ ഡയറക്റ്റ് എൻഗേജ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. ദെൻ ഓഡിയൻസ് ആയിട്ട് പല സോഷ്യൽ ക്ലാസ്സസിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. മിക്സ്ഡ് അറ്റൻഡൻസ് ആയിരുന്നു സോഷ്യൽ ക്ലാസ്സസിൽ നിന്ന്. ദെൻ കോസ്റ്റ്യൂംസ് ആൻഡ് പ്രോപ്സ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ്യൂംസ് ഭയങ്കര റിച്ച് ആൻഡ് എലാബറേറ്റ് കോസ്റ്റ്യൂംസ് ആയിരുന്നു. ക്യാരക്ടേഴ്സിന്റെ സ്റ്റേറ്റസ് കാണിക്കാൻ, ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് റിച്ച് ആൻഡ് എലാബറേറ്റ് കോസ്റ്റ്യൂംസ് ആയിരുന്നു. പക്ഷെ സെയിം ടൈമില് പ്രോപ്സ് ഒക്കെ മിനിമൽ പ്രോപ്സ് ആയിരുന്നു. പിന്നെ സിംബോളിക് സിഗ്നിഫിക്കൻസ് കൺവേ ചെയ്യുന്നത് പെർഫോമൻസിലൂടെ ആയിരുന്നു. കോസ്റ്റ്യൂംസ് നോക്കുകയാണെങ്കിൽ റിച്ച് ആൻഡ് എലാബറേറ്റ് കോസ്റ്റ്യൂംസും, പ്രോപ്സ് നോക്കുമ്പോൾ മിനിമൽ പ്രോപ്സും, ദെൻ സിംബോളിക് സിഗ്നിഫിക്കൻസ് കൺവേ ചെയ്തിരുന്നത് പെർഫോമൻസിലൂടെ ആയിരുന്നു. ദെൻ മ്യൂസിക് ആൻഡ് സൗണ്ട് നോക്കുകയാണെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് മ്യൂസിക് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ്സിനൊക്കെ ട്രംപറ്റ്സും ഡ്രംസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റിംഗ് ആയിരുന്നു. ഡേ ലൈറ്റിന്റെ ആ ഒരു ലൈറ്റ് തന്നെയായിരുന്നു. അത് കാരണം തന്നെ നൈറ്റ് പെർഫോമൻസസ് ഒക്കെ ലിമിറ്റഡ് ആയിരുന്നു. നാച്ചുറൽ ഡേ ലൈറ്റ് കൊണ്ട് ആ ഒരു ലൈറ്റിംഗിലാണ് നടന്നിരുന്നത്. സോ നൈറ്റ് പെർഫോമൻസസ് ലിമിറ്റഡ് ആയിരുന്നു, കുറവായിരുന്നു. ദെൻ സ്ട്രക്ചർ ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട്സ് ആൻഡ് സീൻ ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരുന്നത്. പിന്നെ സോൾഡക്കീസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നെ അസൈഡ് എന്നുള്ള ഒരു ഡ്രാമാറ്റിക് ഡിവൈസും യൂസ് ചെയ്തിരുന്നു. അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഓഡിയൻസിനോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഒരു ക്യാരക്ടർ
ഓഡിയൻസിനോട് സംസാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അത് കേൾക്കുന്നില്ല, ജസ്റ്റ് ഓഡിയൻസ് മാത്രമാണ് അത് കേൾക്കുന്നത്. ഓഡിയൻസിനോടുള്ള ഒരു വൺ വേ കോൺവെർസേഷൻ ആണ് അസൈഡ് എന്ന് പറയുന്നത്. സോ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനായിട്ട് സോളിക്കീസും അസൈഡ്സും ഒക്കെ യൂസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ എ മൾട്ടികൾച്ചറൽ മൾട്ടിലിംഗ്വൽ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രിയിൽ, മൾട്ടികൾച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള കൺട്രിയിൽ ട്രാൻസ്ലേഷന്റെ റോളും പിന്നെ ട്രാൻസ്ലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ സ്പീച്ചിനെ ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് അത് മീനിങ്ങും കോണ്ടെക്സ്റ്റും സ്റ്റൈലും ഒക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മാറ്റിയെഴുതലല്ല, മീനിങ്ങും കോണ്ടെക്സ്റ്റും സ്റ്റൈലും ഒക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ ലിംഗ്വിസ്റ്റിക് ഭാഷയ്ക്കും കൾച്ചറിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. Then it bridges the linguistic gap across India's diverse languages. നമുക്കറിയാം ഇന്ത്യയിൽ കുറെ ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഈ ഡൈവേഴ്സ് ലാംഗ്വേജസ് തമ്മിലുള്ള ഒരു ലിംഗ്വിസ്റ്റ്, ഇന്ത്യയിൽ ഉള്ള സ്റ്റേറ്റ്സിലൊക്കെ പല ലാംഗ്വേജസ് ആണ്. അപ്പൊ ആ ഒരു ലിംഗ്വിസ്റ്റിക് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ട്രാൻസ്ലേഷൻ വഴി സാധിക്കും. ഫോർ എക്സാമ്പിൾ, മലയാളത്തിൽ ഒരു വർക്ക് എഴുതി അത് ബാക്കിയുള്ളവർക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മലയാളം അറിയില്ലല്ലോ ബാക്കി സ്റ്റേറ്റ്സിലെ ആൾക്കാർക്ക്. സോ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അവർക്ക് സുഖമായി വായിക്കാവുന്നേ ഉള്ളൂ. സോ അതൊക്കെയാണ് ട്രാൻസ്ലേഷന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എൻഷുവേഴ്സ് ആക്സസ് ടു ഗവൺമെന്റ് പോളിസീസ്. ഗവൺമെന്റ് പോളിസീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ സർവീസസ് ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ ഫോർ ഓൾ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. എല്ലാ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സും, എല്ലാ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്കും സർവീസസും പബ്ലിക് ഇൻഫർമേഷനും ഗവൺമെന്റ് പോളിസീസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ റീജിയണൽ ലിറ്ററേച്ചർ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു, ഒരു മലയാളം നോവലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള നോവലോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റും. ദെൻ റീജിയണൽ ലിറ്ററേച്ചർ മാത്രമല്ല, ബാക്കി ആർട്ട്, പിന്നെ ട്രഡീഷൻസ് അക്രോസ് ലാംഗ്വേജ് ബാരിയേഴ്സ്, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ലിറ്ററേച്ചർ, റീജിയണൽ ലിറ്ററേച്ചർ, ആർട്ട്, പിന്നെ ട്രഡീഷൻസ്, ഇതൊക്കെ ലാംഗ്വേജിന്റെ ബാരിയേഴ്സ് ഒക്കെ വിട്ടിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് പ്രിസർവ്സ് കൾച്ചറൽ ഹെറിറ്റേജ് ടു. കൾച്ചറൽ ഹെറിറ്റേജും നമുക്ക് ഇതിലൂടെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ദെൻ ആൻഡ് എൻഷുവേഴ്സ് ആക്സസ് ടു ടെക്സ്റ്റ് ബുക്സ്, എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആൻഡ് നോളജ് അക്രോസ് ലാംഗ്വേജസ്. ഇത് നമുക്ക് ട്രാൻസ്ലേഷൻ വഴി നമുക്ക് ടെക്സ്റ്റ് ബുക്സ്, എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആൻഡ് നോളജ്, ഇതിലൊക്കെ നമുക്കൊരു ആക്സസ് കിട്ടും. അറിവ്, ടെക്സ്റ്റ് ബുക്സ്, പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് റിസോഴ്സസിലൊക്കെ നമുക്കൊരു ആക്സസ് ഉണ്ടായിരിക്കും. ദെൻ ഇന്റർനാഷണൽ ബിസിനസ്, ട്രേഡ്, പിന്നെ ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിലുള്ള ഡിപ്ലോമസി, ഇതിനൊക്കെ ട്രാൻസ്ലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യൽ ആണ്. പിന്നെ ട്രാൻസ്ലേഷൻ വഴി നമുക്ക് ലോസ് ആൻഡ് പോളിസീസ് ഒക്കെ ഈസിലി ആക്സസിബിൾ ആക്കാൻ പറ്റും സിറ്റിസൺസിന്. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സംസാരിക്കുന്ന സിറ്റിസൺസിന് ലോസും പോളിസീസും ഒക്കെ ആക്സസിബിൾ ആക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇൻഷുവേഴ്സ് ഇൻക്ലൂസിവിറ്റി ടു. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ട്രാൻസ്ലേഷൻ വഴി നമുക്ക് എല്ലാവരെയും, പല ലാംഗ്വേജസ് സംസാരിക്കുന്നവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ട്രാൻസ്ലേഷനെ കുറിച്ച് അറിയാലോ. സോ നിങ്ങളുടെ വക എടുത്ത് എഴുതുക ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട്. ദെൻ വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് ആസ് ഫൗണ്ടേഴ്സ് ഓഫ് ദി തിയററ്റിക്കൽ പാരഡൈംസ് ഓഫ് റൊമാൻറ്റിസിസം ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഇതാണ് ക്വസ്റ്റ്യൻ. വേർഡ്സ്വർത്തും കോൾറിഡ്ജും ഇംഗ്ലീഷ് പോയട്രിയിലെ റൊമാൻറ്റിസിസത്തിന്റെ ഫൗണ്ടേഴ്സ് എന്നുള്ള ഒരു രീതിക്ക് അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. സോ നമുക്കറിയാം റൊമാൻറ്റിക് ഏജ് തുടങ്ങുന്നത് ലിറിക്കൽ ബല്ലാഡ്സ്, ഇംഗ്ലീഷിൽ കേട്ടോ. ഇംഗ്ലണ്ടില് റൊമാൻറ്റിസിസം ബിഗിൻ ചെയ്യുന്നത് ലിറിക്കൽ ബല്ലാഡ്സിന്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടിയാണ്. അതാണ് ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം ഇൻ ഇംഗ്ലീഷ് പോയട്രി. സോ നമുക്ക് വേർഡ്സ്വർത്തിന്റെ നോക്കാം. വേർഡ്സ്വർത്ത്, അദ്ദേഹത്തിന്റെ പോയട്രി ഫിലോസഫി എന്ന് പറയുന്നത്, ഇത് കാണാതെ പഠിക്കേണ്ട സാധനമാണ്. ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ട്രാങ്ക്വിൽ ആയിട്ട് ഇരിക്കുമ്പോൾ, ആ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ ഇമോഷൻ റീകളക്ട് ചെയ്തിട്ടാണ് പോയട്രി ആവുന്നത്. ദെൻ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. പവർഫുൾ ഫീലിങ്സിന്റെ പെട്ടെന്നുള്ള ഒരു ഓവർഫ്ലോ, അതാണ് പോയട്രി എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ദെൻ കോൾറിഡ്ജിന്
നോക്കാം. ഹി ഫോക്കസ്ഡ് ഓൺ ദ പവർ ഓഫ് ഇമാജിനേഷൻ ആസ് എ ക്രിയേറ്റീവ് ഫോഴ്സ്. അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഇമാജിനേഷന്റെ പവറിലായിരുന്നു. ദെൻ വേർഡ്സ്വർത്തിന്റെ നോക്കുകയാണെങ്കിൽ ഹി എംഫസൈസ്ഡ് നേച്ചർ ആസ് എ സോഴ്സ് ഓഫ് സ്പിരിച്വൽ നറിഷ്മെന്റ് ആൻഡ് പേഴ്സണൽ കണക്ഷൻ. അദ്ദേഹം നേച്ചറിനെ സ്പിരിച്വൽ നറിഷ്മെന്റിന്റെയും പേഴ്സണൽ കണക്ഷന്റെയും ഒരു സോഴ്സ് ആയിട്ട് എംഫസൈസ് ചെയ്തിരുന്നു. ദെൻ കോൾറിഡ്ജ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മിസ്റ്റീരിയസ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സ്, പിന്നെ ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ സിംബോളിക് ആസ്പെക്ട്സ് ഒക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിരുന്നു. ദെൻ വേർഡ്സ്വർത്ത് അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് സിമ്പിൾ എവറിഡേ ലാംഗ്വേജ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള എവറിഡേ ലാംഗ്വേജിലൂടെ പോയട്രി എഴുതണം എന്നായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് പോയട്രി എല്ലാവർക്കും ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ്. കോമൺ ഓഡിയൻസിനും, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, കോമൺ പീപ്പിളിനും പോയട്രി ആക്സസിബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് വേർഡ്സ്വർത്ത് ഇത് ചെയ്തിരിക്കുന്നത്. ദെൻ കോൾറിഡ്ജ് നോക്കുകയാണെങ്കിൽ he emphasized the use of metaphor and symbolism to evoke emotions and deeper meanings. അദ്ദേഹം എക്സ്റ്റെൻസീവ് ആയിട്ട് മെറ്റഫറും സിംബിൾസും ഒക്കെ യൂസ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തിരുന്നതിലൂടെ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുക, പിന്നെ ഒരു ഡീപ്പർ മീനിങ്സ് ഉണ്ടാക്കുക എന്നിവയൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ദെൻ റോൾ ഓഫ് ദ പോയറ്റ്, വേർഡ്സ്വർത്തിനെ അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് റോൾ ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്നത് പോയിട്ട് ഒരു സ്പിരിച്വൽ ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യണം, പിന്നെ ഹ്യൂമൻ നേച്ചർ, ഇമോഷൻസ് എന്നതിനെ കുറിച്ചൊക്കെ ഇൻസൈറ്റ് ഓഫർ ചെയ്യണം എന്നിവയൊക്കെയാണ് പോയിറ്റിന്റെ റോളായിട്ട് വേർഡ്സ്വർത്ത് കൺസിഡർ ചെയ്തിരുന്നത്. ദെൻ കോൾറിഡ്ജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് പെർസെപ്ഷൻ വഴി നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമാജിനേഷൻ. നമ്മളിപ്പോ ഒരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന നമ്മുടെ പെർസെപ്ഷൻ വഴി ഉണ്ടാവുന്ന ആ ഒരു ഇമാജിനേഷൻ. ദെൻ ഒരു സാധനം വായിക്കുമ്പോൾ, ഒരു പോയട്രി വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലിറ്ററൽ കിട്ടുന്ന ഒരു മീനിങ് ആണ് പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പർ ലെവൽ മീനിങ് ആണ്, ലിറ്ററൽ മീനിങ് അല്ല, കൊണോട്ടേറ്റീവ് മീനിങ് ആണുള്ളത്. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he differentiated between basic perception and the creative reimagining of the world. Next question നോക്കാം. മിമസിസ് എന്ന് പറയുന്നത് ഇമിറ്റേഷൻ അഥവാ ആർട്ടിലെ റെപ്രസെന്റേഷൻ എന്നാണ് മീനിങ് വരുന്നത്. ഗ്രീക്ക് ടേം ആണ് മിമസിസ് എന്ന് പറയുന്നത്. ഇമിറ്റേഷൻ ഓർ റെപ്രസെന്റേഷൻ ഇൻ ആർട്ട് എന്നാണ് മീനിങ് വരുന്നത്. പിന്നെ ഇത് ഉദ്ദേശിക്കുന്നത് ആർട്ട് എങ്ങനെ ലൈഫിനെയും നേച്ചറിനെയും ഹ്യൂമൻ എക്സ്പീരിയൻസസിനെയും ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മിമസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഫിലോസഫിക്കൽ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്, ആർട്ട് ഈസ് എ കോപ്പി ഓഫ് എ കോപ്പി. അത് പറഞ്ഞിട്ടുണ്ട്. ആർട്ട് ട്രൂത്തിൽ നിന്നും പീപ്പിളിനെ മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് പ്ലേറ്റോ പറഞ്ഞത്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ആർട്ട് റെപ്രസെന്റ്സ് ലൈഫ് ആൻഡ് ക്യാൻ ലീഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കഥാസിസ് എന്നാണ്. ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ട് ലൈഫിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ്, ജസ്റ്റ് ഒരു കോപ്പി അല്ല എന്നാണ് പറഞ്ഞത്. then it can lead to understanding. മിമസിസ് നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും കഥാസിസിലേക്കും ലീഡ് ചെയ്യുന്നു എന്ന് കൂടിയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ദെൻ മിമസിസ് ഇൻ ലിറ്ററേച്ചറിൽ മിമസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഹ്യൂമൻ ആക്ഷൻസിനെയും ഇമോഷൻസിനെയും ഇവന്റ്സിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രാമ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ട്രാജഡിയിൽ മിമസിസ് റിഫ്ലക്ട് ചെയ്യുന്നത് ലൈഫിലെ സ്ട്രഗിൾസിന്റെയും ഇമോഷണൽ ഡെപ്തിനെയും ഒക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഹാംലെറ്റ് ആൻഡ് മാക്ബെത്ത്, ഈ രണ്ട് പ്ലേസിലും ഷേക്സ്പിയറിന്റെ ഈ രണ്ട് പ്ലേസിലും മിമസിസ് വഴി ലൈഫിന്റെ സ്ട്രഗിളിനെയും ഇമോഷണൽ ഡെപ്തിനെയും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. Then art is not a direct copy but a representation filtered through the artist's imagination. ആർട്ട് ജസ്റ്റ് ഒരു ഡയറക്റ്റ് കോപ്പി അല്ല, പക്ഷെ ആർട്ടിസ്റ്റിന്റെ ഇമാജിനേഷനിലൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ് എന്നാണ് പറയുന്നത്. ദെൻ മിമസിസ് ക്യാൻ ലീഡ് ടു ലേണിംഗ്, ഇമോഷണൽ റിലീസ് ആൻഡ് റിഫ്ലക്ഷൻ ഓൺ ലൈഫ്. മിമസിസ് ലേണിങ്ങിലേക്കും പിന്നെ നമ്മുടെ ഇമോഷൻസിന്റെ റിലീസിലേക്കും, അതായത് കഥാർസിസ്, ദെൻ റിഫ്ലക്ഷൻ, ലൈഫിന് മേലെയുള്ള ഒരു റിഫ്ലക്ഷനിലേക്കൊക്കെ മിമസിസ് ലീഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫിക്ഷൻ ഓഫ് മുൽക്ക് രാജ ആനന്ദ്. മുൽക്ക് രാജ ആനന്ദിന്റെ ഫിക്ഷനെ കുറിച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ.
സുമുൽക്രാജ് ആനന്ദ് സോഷ്യൽ റിയലിസം ഒക്കെ യൂസ് ചെയ്തിരുന്നു. അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ ആണ്, എസ്പെഷ്യലി ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരാണ്, വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കാസ്റ്റ് ആൻഡ് അൺടച്ചബിലിറ്റി എന്നുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ സംസാരിച്ചിട്ടുണ്ട്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെയും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അൺടച്ചബിലിറ്റിയുടെ ഒക്കെയും ഹാർഷ് റിയാലിറ്റീസ് അദ്ദേഹത്തിന്റെ ഫിക്ഷനിലൂടെ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ നോവൽ ആയിട്ടുള്ള അൺടച്ചബിലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലാസ് സ്ട്രഗിളും പോവേർട്ടിയും, ദാരിദ്ര്യവും ക്ലാസ് സ്ട്രഗിളും ഒക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എക്കണോമിക് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റിയും പിന്നെ പുവർ പീപ്പിളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയും അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് കൂലി ആൻഡ് ദ റോഡ് എന്ന് പറയുന്ന വർക്ക്സ്. ദെൻ സൈക്കോളജിക്കൽ റിയലിസം, അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിന്റെ ഇമോഷണൽ ഡെപ്ത് പിന്നെ ഒപ്രഷന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഒക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സിലൂടെ കാണിക്കുന്നുണ്ട്. ദെൻ കൊളോണിയലിസത്തിന്റെയും നാഷണലിസത്തിന്റെയും എലമെന്റ്സ് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ വരുന്നുണ്ട്. കൊളോണിയലിസത്തിന്റെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ മാസസിനെ എങ്ങനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളതും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ഓഫ് വെർണക്കുലർ ആണ്. വെർണക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നേറ്റീവ് ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ മദർ ടങ്, ആ ഒരു മീനിങ് ആണ്. സോ ബ്ലെൻഡ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് കൊളക്യൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആൻഡ് കൊളക്യൽ ലാംഗ്വേജിന്റെ ഒരു ബ്ലെൻഡ് ആണ്, ഒരു മിക്സിംഗ് ആണ് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഒതന്റിസിറ്റി വരാനാണ്, ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഒതന്റിസിറ്റി തോന്നാൻ വേണ്ടിയാണ് അദ്ദേഹം ഇംഗ്ലീഷും കൊളക്യൽ ലാംഗ്വേജും ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ മേജർ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടച്ചബിൾ, കൂലി, ദ റോഡ്, ടു ലീവ്സ് ആൻഡ് എ ബഡ്, ദ വില്ലേജ് എന്നിവയാണ്. ദെൻ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി തിയറി ആണ്. അത് എംഫസൈസ് ചെയ്യുന്നത് ക്ലോസ് റീഡിംഗ് ആണ്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റോ ഓതറിന്റെ ബയോഗ്രഫിയോ ഒന്നും എടുത്തു നോക്കാതെ ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം അനലൈസ് ചെയ്യുക എന്നാണ് ന്യൂ ക്രിറ്റിസിസം കൊണ്ട് അവരവിടെ ഉദ്ദേശിക്കുന്നത്. വിതൗട്ട് കൺസിഡറിങ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഓതർ ബയോഗ്രഫി ഓർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഓതറിന്റെ ബയോഗ്രഫിയോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒന്നും ഇവിടെ സിഗ്നിഫിക്കന്റ് അല്ല ന്യൂ ക്രിറ്റിസിസത്തിൽ. ദെൻ ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ്, നമ്മൾ പറഞ്ഞു. അനലൈസ് ദ ടെക്സ്റ്റ് ഇൻ ഐസൊലേഷൻ, നമ്മൾ ഐസൊലേഷനിൽ വേണം ഈ ടെക്സ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ടെക്സ്റ്റും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സ്ട്രക്ചറിനും ലാംഗ്വേജിനും ലിറ്റററി ഡിവൈസസിനുമാണ് ഇവിടെ അറ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറിലും ലാംഗ്വേജിലും ലിറ്റററി ഡിവൈസസിലുമാണ്. ദെൻ ഇവിടെ ഒരു യൂണിറ്റി ആൻഡ് കൊഹറൻസ് വരുന്നുണ്ട്. അതായത് ഓരോ ടെക്സ്റ്റിന്റെ ഓരോ പാർട്ടും ഒരുമിച്ച് നിന്നിട്ടാണ് ഒരു യൂണിഫൈഡ് ഹോൾ ആവുന്നത്. എവറി പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ യൂണിഫൈഡ് ഹോൾ. എല്ലാ പാർട്ടിനും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഹോൾ ടെക്സ്റ്റ് ആയിട്ട് മാറുന്നത്. Then the meaning of a text is found within the text, not in external influences. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മീനിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നാണ്, അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്നൊന്നല്ല. ദെൻ ഇംപേഴ്സണാലിറ്റി, ഓതറിന്റെ ഇന്റൻഷൻസിനോ പേഴ്സണൽ കോണ്ടെക്സ്റ്റിനൊന്നും ഇവിടെ റെലവൻസ് ഇല്ല. ഈ ടെക്സ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷന് ആകെ റെലവൻസ് ഉള്ളത് ഇതിന്റെ ലിറ്റററി ഡിവൈസസ്, ദെൻ സ്ട്രക്ചർ, ലാംഗ്വേജ് എന്നിവയ്ക്കൊക്കെയാണ്. ദെൻ സിംബളിസം, ഐറണി, ദെൻ പാരഡോക്സ്, മെറ്റഫർ, പിന്നെ ബാക്കിയുള്ള ഫോമൽ എലമെന്റ്സിനൊക്കെ ഒരു എംഫസിസ് ഉണ്ട് ന്യൂ ക്രിറ്റിസിസത്തിൽ. ഇങ്ങനെയുള്ള ഡിവൈസസിനൊക്കെ എംഫസിസ് ഉണ്ട്. ആൻഡ് ഇറ്റ് അപ്രീഷിയേറ്റ്സ് കോൺട്രഡിക്ഷൻസ് ആൻഡ് ആംബിഗ്വിറ്റീസ് വിത്തിൻ ദ ടെക്സ്റ്റ് ഫോർ ഡെപ്ത്. ടെക്സ്റ്റിൽ തന്നെയുള്ള കോൺട്രഡിക്ഷൻസിനെയും ആംബിഗ്വിറ്റീസിനെയൊക്കെയും ന്യൂ ക്രിറ്റിസിസം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്ത് കിട്ടാനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നാണ് കരുതുന്നത്. ദെൻ ന്യൂ ക്രിറ്റിസിസത്തിൽ മേജർ ഫിഗേഴ്സ് ആയിട്ട് വരുന്നത് ജെ.സി. റാൻസം ആണ്, ജോൺ ക്രോ റാൻസം. ദെൻ
ക്ലെൻത്ത് ബ്രൂക്സ്, ദെൻ വില്യം എംസൺ ആൻഡ് റോബർട്ട് പെൻ ബാരൺ ഈ 4 പേരാണ് മേജർ ഫിഗേഴ്സ് ആയിട്ട് വരുന്നത്. ന്യൂ ക്രിറ്റിസിസത്തിന്റെ മേജർ ഫിഗേഴ്സ് ആയിട്ട് വരുന്നത് ഇവർ 4 പേരാണ്. ദെൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോമർലി കോളനൈസ്ഡ് ആയിട്ടുള്ള നേഷൻസിന്റെ ലിറ്ററേച്ചർ ആണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് കൊളോണിയലിസം കാരണം അവരുടെ ഓരോ നേഷന്റെയും കൾച്ചറിലും ഐഡന്റിറ്റിയിലും സൊസൈറ്റിയിലും ഒക്കെ വന്ന ഇമ്പാക്റ്റ് ആണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ തീംസ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ്, ഏലിയനേഷൻ, പിന്നെ സെൽഫ് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെർച്ച് എന്നിവയാണ് മെയിൻ ആയിട്ട് തീംസ് വരുന്നത്. പിന്നെ നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമ്മൾ ഹൈബ്രിഡിറ്റി, മിമിക്രി എന്നിവയൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെയും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡിങ് ഓഫ് കോളനൈസർ ആൻഡ് കോളനൈസ്ഡ് കൾച്ചേഴ്സ് ആണ്. കോളനൈസറിന്റെയും കോളനൈസ്ഡിന്റെയും കൾച്ചേഴ്സ് തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലോസ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് കൊളോണിയൽ പവേഴ്സ് ആൻഡ് ദ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ഇത് കൊളോണിയൽ പവേഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എതിരെയുള്ള റെസിസ്റ്റൻസിനെയും ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ഫൈറ്റിനൊക്കെയും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ദെൻ കൊളോണിയലിസം കാരണം ഉണ്ടായിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട്സ് ഒക്കെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൊളോണിയലിസം കാരണം ബാക്കി അവിടുത്തെ ഒരു നേഷനിലെ ആൾക്കാർക്ക് വന്നിരിക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട്സും ഇമോഷണൽ ഇമ്പാക്ട്സ് ഒക്കെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡയസ്പോറ ആൻഡ് മൈഗ്രേഷൻ. ഡയസ്പോറിക് ലിറ്ററേച്ചർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അവിടെ തീംസ് ആയിട്ട് വരുന്നത് എക്സൈൽ, തീംസ് ഓഫ് എക്സൈൽ, ദെൻ മൈഗ്രേഷൻ ആൻഡ് കൾച്ചറൽ ഡിസ്ലൊക്കേഷൻ എന്നിവയാണ് തീംസ് ആയിട്ട് വരുന്നത്. ഡയസ്പോറയൊക്കെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. ദെൻ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ മേജർ തീംസ് ആയിട്ട് വരുന്നത് കൊളോണിയൽ ഒപ്രഷൻ ആണ്. കോളനൈസേഴ്സ് വന്ന് നമ്മൾ ഒപ്രസ് ചെയ്തിട്ടില്ല, അതാണ് ഒരു തീം എന്ന് പറയുന്നത്. ദെൻ കൾച്ചറൽ ഐഡന്റിറ്റി, ലോസ്, റെസിസ്റ്റൻസ്, റേസിസം ആൻഡ് നിയോ കൊളോണിയലിസം എന്നിവയാണ് മേജർ തീംസ് ആയിട്ട് വരുന്നത്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ മേജർ തീംസ് കൊളോണിയൽ ഒപ്രഷൻ, കൾച്ചറൽ ഐഡന്റിറ്റി, ലോസ്, റെസിസ്റ്റൻസ്, റേസിസം ആൻഡ് നിയോ കൊളോണിയലിസം എന്നിവയാണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചിനു അച്ചിബിയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് പറയാം. അത് ഇഗ്ബോ കൾച്ചറിൽ കൊളോണിയലിസം കാരണം വന്ന ഇമ്പാക്ട്സ് ആണ് ആ നോവലില് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രനില് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയുടെ അതിനെക്കുറിച്ചാണ്, പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ട് ഫോർ ആർട്ട് സേക്ക്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. ആർട്ട് അതിന്റെ തന്നെ സേക്കിന് വേണ്ടിയാണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആർട്ടിനെ വാല്യൂ ചെയ്യേണ്ടത് അതിന്റെ ബ്യൂട്ടിയും ഫോമിന്റെയും ബേസിസിലാണ്. മോറൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷൻസിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്, ആർട്ട് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ള ഈ ഒരു ഫിലോസഫി എമേർജ് ചെയ്തത് 19th സെഞ്ചുറിയിലാണ്. യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ മോറലിസ്റ്റിക് വ്യൂ ഓഫ് ആർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് എമർജ് ചെയ്ത് വന്നത്, 19th സെഞ്ചുറിയിൽ എമർജ് ചെയ്ത് വന്നത്. ദെൻ ഫ്രഞ്ച് സിംബലിസം അല്ലെങ്കിൽ പിന്നീട് വന്ന എസ്തെറ്റിസിസം, ഈ ഒരു ടൈമിലാണ് ഇത് പ്രോമിനൻസ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയി വന്നത് ഫ്രഞ്ച് സിംബലിസം ആൻഡ് എസ്തെറ്റിസിസത്തിന്റെ ടൈമിലാണ്. ദെൻ ഓട്ടോണമി ഓഫ് ആർട്ട്, ആർട്ട് ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്. ദെൻ ആർട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ടയെയോ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അജണ്ടയെയോ സെർവ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എസ്തെറ്റിസിസത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് ഫോക്കസ് ഓൺ ബ്യൂട്ടി ആൻഡ് പ്ലഷർ, ബ്യൂട്ടിയെയും പ്ലഷറിനെയുമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എംഫസിസ് ഉള്ളത് ഫോമിനാണ്, കണ്ടന്റിനേക്കാളും അവർ എംഫസൈസ് ചെയ്യുന്നത്, ആർട്ട് ഫോർ ആർട്ട് സേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംഫസൈസ് ചെയ്യുന്നത് ഫോമിനെയാണ് കണ്ടന്റിനേക്കാളും. ദെൻ ആർട്ട് ആസ് സെൽഫ് എക്സ്പ്രഷൻ, ആർട്ട് റിഫ്ലക്ട് ആർട്ടിസ്റ്റ് ഇന്നർ ഇമോഷൻസ് ഓർ വിഷൻസ്. ആർട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ ഇന്നർ ഇമോഷൻസിനെ അഥവാ വിഷനെ
റിഫ്ലക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് ആർട്ട് ആസ് സെൽഫ് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിലെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഓസ്കർ വൈൽഡ്, തിയോഫൈൽ ഗോട്ടിയോ, എഡ്വേർഡ് മാനി എന്നിവരാണ്. ഇതില് ഓസ്കർ വൈൽഡ്, ബാക്കിയുള്ളത് ഓർമ്മയില്ലെങ്കിൽ ഓസ്കർ വൈൽഡ് എങ്കിലും പഠിച്ചു വെക്കാം. ദെൻ ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ള ആ ഒരു ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട് ഈ ഫിലോസഫി. ഇത് കൂടുതൽ അപ്പർ ക്ലാസിന്റെ ആ ഒരു ഇൻട്രസ്റ്റിനെ കാറ്റർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ റിയാലിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. റിയാലിറ്റി ആയിട്ട് ഒട്ടും ചേർന്ന് നിൽക്കുന്നതല്ല ഇത്. എസ്തെറ്റിസിസം ആണല്ലോ, ബ്യൂട്ടി പ്ലഷറിലൊക്കെയാണ് ഫോക്കസ് ഉള്ളത്. അത് കാരണം തന്നെ റിയാലിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇത് മോഡേണിസത്തിനെയും പോസ്റ്റ് മോഡേണിസത്തിനേക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോണോമി, ആർട്ടിന്റെ ഓട്ടോണോമി എംഫസൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൊമാൻറ്റിക് പോയട്രി. റൊമാൻറ്റിക് പോയട്രി നമ്മൾ ചെറിയ രീതിക്ക് മുൻപ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നമുക്ക് പറയാം. റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്, റൊമാൻറ്റിസിസം ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ്. ലേറ്റ് 18th സെഞ്ചുറിയിൽ തുടങ്ങി ഏർലി 19th സെഞ്ചുറി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ്. ഇത് ഫോക്കസ് ചെയ്തിരുന്നത് ഇമോഷൻ, ഇമാജിനേഷൻ, നേച്ചർ ആൻഡ് ഇൻഡിവിജ്വലിസം എന്നിവയിലാണ്. ഇമോഷൻ, ഇമാജിനേഷൻ, നേച്ചർ ആൻഡ് ഇൻഡിവിജ്വലിസം, ഈ 4 എണ്ണമാണ് മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് എമർജ് ചെയ്യുന്നത് എൻലൈറ്റൻമെന്റിനെയും നിയോ ക്ലാസിസത്തിനെയും എഗെയിൻസ്റ്റ് ആയിട്ടാണ്. എൻലൈറ്റൻമെന്റിന്റെയും നിയോ ക്ലാസിസത്തിന്റെയും എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഒരു റിയാക്ഷൻ ആയിട്ടാണ് റൊമാൻറ്റിസിസം എമർജ് ചെയ്ത് വരുന്നത്. എൻലൈറ്റൻമെന്റ് ഫോക്കസ് ചെയ്തിരുന്നത് റേഷണാലിറ്റിയിലായിരുന്നു. സെയിം ടൈമിൽ നിയോ ക്ലാസിസം ഫോക്കസ് ചെയ്തിരുന്നത് ഫോർമലിസത്തിലായിരുന്നു. ദെൻ റൊമാൻറ്റിക് പോയട്രിയുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ വ്യക്തിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഡെപ്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ബാക്കിയുള്ളതിനൊക്കെ ഈ എൻലൈറ്റൻമെന്റിനും നിയോ ക്ലാസിസത്തിനൊക്കെ ഒരു സ്ട്രക്ചർ, ഒരു ഫോം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റൊമാൻറ്റിക് പോയട്രി ഇൻഡിപെൻഡന്റ് ആണ്, കൂടുതൽ ഇൻഡിപെൻഡന്റ് ആണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ. പിന്നെ റൊമാൻറ്റിക് പോയട്രി നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നേച്ചറിനെ ബ്യൂട്ടിയുടെ സോഴ്സ് ആയിട്ടും ഇൻസ്പിറേഷന്റെ സോഴ്സ് ആയിട്ടും സ്പിരിച്വൽ കണക്ഷന്റെ സോഴ്സ് ഒക്കെ ആയിട്ട് റൊമാൻറ്റിക് പോയട്രി നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഫ്രീഡം, പിന്നെ സെൽഫ് എക്സ്പ്രഷൻ, പിന്നെ പോയിറ്റിന്റെ യൂണീക്ക് ആയിട്ടുള്ള വിഷൻ എന്നിവയ്ക്ക് എംഫസൈസ് ചെയ്യുന്നുണ്ട്, റൊമാൻറ്റിക് പോയട്രിയിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്റ്റിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ തീംസ് അല്ലെങ്കിൽ ഫോക്ലോർ ഒക്കെ നമുക്ക് ഇതിൽ കാണാം. റൊമാൻറ്റിക് പോയട്രിയിൽ ഈ ഒരു എലമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കോൾറിഡ്ജിന്റെ ഒക്കെ പോയിന്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ നമുക്ക് കാണാം. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ദെൻ ഇൻഡസ്ട്രിയലൈസേഷനോടുള്ള ഒരു റിജക്ഷൻ, ആ ടൈമിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെയുള്ള ടൈമാണ്. അപ്പൊ അതിനോടുള്ള ഒരു റിജക്ഷൻ, അതുമൂലം എല്ലാവരും ഡിപ്രസ്ഡ് ആവാണ്, ആ ഒരു അങ്ങനെയുള്ള ഒരു ടൈം ആയിരുന്നല്ലോ. അപ്പൊ അതിനോടുള്ള ഒരു റിജക്ഷൻ കൂടിയാണ് റൊമാൻറ്റിസിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, റൊമാൻറ്റിക് പോയട്രിയിലൂടെ. പിന്നെ മേജർ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ് എന്നിവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ് ഒക്കെ ഇപ്പൊ കുറച്ച് ഡിസ്കസ് ചെയ്തു, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഐഡന്റിറ്റി ആൻഡ് കൾച്ചറൽ കോൺഫ്ലിക്ട് വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഏലിയനേഷൻ, നമ്മൾ ഏലിയനൈറ്റഡ് ആണെന്നുള്ള ഒരു ഫീലിംഗ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ്, ഇതൊക്കെയും പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗിന്റെ ഫീച്ചറാണ്. ദെൻ റെസിസ്റ്റൻസ് ആൻഡ് റിബില്യൻ, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലാംഗ്വേജ് ആസ് എ ടൂൾ ഓഫ് കോളനൈസേഷൻ, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. കോളനൈസേഷന്റെ ഒരു ടൂളായിട്ട് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നു, ലാംഗ്വേജ് നിലകൊള്ളുന്നു എന്നുള്ള ഒരു പോയിന്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. ലാംഗ്വേജ് വഴിയും നമുക്ക് കോളനൈസ് ചെയ്യാൻ പറ്റും. ദെൻ എക്സ്പ്ലോറേഷൻ ഓഫ് ദ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്സ് ഓഫ് കൊളോണിയലിസം. കൊളോണിയലിസത്തിന്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്ട്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷന്റെയും, റേസ് മൂലമുള്ള ഡിസ്ക്രിമിനേഷൻ, പിന്നെ ക്ലാസ് ഡിവിഷൻ മൂലമുള്ള ഡിസ്ക്രിമിനേഷൻ, പിന്നെ കൊളോണിയലിസം കാരണമുണ്ടായ ട്രോമ, പോസ്റ്റ് കൊളോണിയൽ ട്രോമ എന്നിവയൊക്കെയാണ് മെയിൻ ആയിട്ട് തീംസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഹൈബ്രിഡിറ്റി നമ്മൾ പറഞ്ഞു, ബ്ലെൻഡിങ് ഓഫ് ദ കൾച്ചേഴ്സ് ഓഫ് കോളനൈസർ ആൻഡ് കോളനൈസ്ഡ്, ആ ഒരു എലമെന്റും ഇവിടെ വരുന്നുണ്ട്.
പിന്നെ ഡെപ്പിക്ഷൻ ഓഫ് ദ അദറിങ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, കോളനൈസ്ഡിനെ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ആ ഒരു ഇത്, അതും ആ ഒരു എലമെന്റും പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗിലുണ്ട്. പിന്നെ യൂസ് ഓഫ് നോൺ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ല നോൺ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഡയലക്ട്സും പിജിനും ക്രിയോളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് വഴി അവർ ഉദ്ദേശിക്കുന്നത് കൊളോണിയൽ ലാംഗ്വേജിന്റെ ഡോമിനൻസിനെ ചാലഞ്ച് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ കെ നാരായണനി സൽമാൻ റുഷ്ദിനി അവരുടെ രണ്ടുപേരും കമ്പാരിറ്റീവ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നത്. ഇവർ രണ്ടും ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ്, ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആണ്. സോ ഇവരുടെ രണ്ടുപേരും കമ്പാരിറ്റീവ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ആർ കെ നാരായണന്റെ സ്റ്റൈൽ, റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. സെയിം ടൈമിൽ സൽമാൻ റുഷ്ദിയുടെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ മാജിക്കൽ റിയലിസം നമുക്ക് കാണാം. മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ സെറ്റിംഗ് പറയുകയാണെങ്കിൽ ആർ കെ നാരായണന്റെ നോവൽസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ ടൗൺ ഇന്ത്യയിലാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഫിക്ഷണൽ ആയിട്ടുള്ള, അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിക്ഷണൽ പ്ലേസ് ആയിട്ടുള്ള മാൽഗുഡിയിൽ അദ്ദേഹത്തിന്റെ വർക്ക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സൽമാൻ റുഷ്ദിയുടെ പറയുകയാണെങ്കിൽ ഗ്ലോബൽ സെറ്റിംഗ് ആണ്, പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ ആൻഡ് ഡയസ്പോറ, ആ ഒരു സെറ്റിംഗ് ആണ് സൽമാൻ റുഷ്ദിയുടെ വർക്ക്സിൽ വരുന്നത്. ദെൻ തീംസ് നോക്കുകയാണെങ്കിൽ ആർ കെ നാരായണന്റെ തീംസ് വരുന്നത് ഫാമിലി, പിന്നെ സോഷ്യൽ നോംസ്, പിന്നെ പേഴ്സണൽ ഗ്രോത്ത് എന്നിവയൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. സൽമാൻ റുഷ്ദിയുടെ നോക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി, മൈഗ്രേഷൻ, പിന്നെ ഹിസ്റ്ററിയും പൊളിറ്റിക്സ് ഒക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സിലെ തീംസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നെറേറ്റീവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലീനിയർ നെറേറ്റീവ് ആണ് ആർ കെ നാരായണന്റേത്. കഥ ഒരു ഓർഡറിലാണ് പോകുന്നത്. പിന്നെ ഹ്യൂമറസ് എഫക്റ്റ് അതിലുണ്ട്, ഹ്യൂമർ ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സട്ടിലായിട്ട് ഐറണി ആർ കെ നാരായണന്റെ വർക്ക്സിൽ നമുക്ക് കാണാം. പക്ഷെ സൽമാൻ റുഷ്ദിയുടെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആണ്, അതൊരു ലീനിയർ ആയിട്ടല്ല, ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ്, ലയേർഡ് നെറേറ്റീവ് ആണ്. പിന്നെ മിത്തിന്റെയും ഹിസ്റ്ററിയുടെയും ഒരു ബ്ലെൻഡ് നമുക്ക് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കാണാം. ഇപ്പോ മിഡ് നൈറ്റ് ചിൽഡ്രൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മിത്തിന്റെയും ഹിസ്റ്ററിയുടെയും ബ്ലെൻഡ് നമുക്ക് കാണാം. ദെൻ ലാംഗ്വേജ് യൂസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ കെ നാരായണന്റെ ലാംഗ്വേജ് പ്ലെയിൻ ആയിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന ആക്സസിബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ്. പക്ഷെ സൽമാൻ റുഷ്ദിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആണ്, ലയേർഡ് ആണ്, പിന്നെ മൾട്ടി ലിംഗ്വൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പല ലാംഗ്വേജിൽ നിന്നും ഇൻഫ്ലുവൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒ ഹെൻറീസ് ഫിക്ഷൻ ആൻഡ് ഹിസ് പൊസിഷൻ ഇൻ ദ അമേരിക്കൻ ലിറ്റററി കാനൺ. ഒ ഹെൻറിയുടെ ഫിക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും അദ്ദേഹത്തിന്റെ പൊസിഷൻ അമേരിക്കൻ ലിറ്റററി കാനണിലെ അദ്ദേഹത്തിന്റെ പൊസിഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ he is known for unexpected twist and ironic conclusion that surprise readers. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ, അദ്ദേഹത്തിന്റെ ഫിക്ഷണൽ വർക്ക്സ് ഒക്കെ അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ഉള്ളതാണ്. പിന്നെ കൺക്ലൂഷൻ, അതിന്റെ എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഐറോണിക് ആണ്, റീഡേഴ്സിനൊക്കെ സർപ്രൈസ് ചെയ്യുന്ന ടൈപ്പ് എൻഡിങ്സ് ആണ് അദ്ദേഹത്തിന്റെ നോവൽ ഫിക്ഷന് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി അങ്ങനെയുള്ള ഒരു വർക്കാണ്, അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റും ഐറോണിക് കൺക്ലൂഷനും ഒക്കെയുള്ള ഒരു വർക്കാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത് ബസ്ലിംഗ് സിറ്റീസിലാണ്, നല്ല ഹരിബറി ആയിട്ടുള്ള, നല്ല ബിസി ആയിട്ടുള്ള സിറ്റീസിലാണ്. എസ്പെഷ്യലി ന്യൂയോർക്കിലാണ് കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ലോവർ മിഡിൽ ക്ലാസ് പീപ്പിളിന്റെ ലൈഫ്സിനെ കുറിച്ചൊക്കെ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹ്യൂമറസ് അല്ലെങ്കിൽ ഐറോണിക് ആയിട്ടുള്ള ഒരു വേയിലാണ്, ഒരു ലൈറ്റ് ഹാർട്ടഡ് ടോണിലാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹി യൂസസ് വിറ്റ് ടു ഹൈലൈറ്റ് സീരിയസ് തീംസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ള അതിനെ ബേസ്ഡ് ആയിട്ടുള്ള സീരിയസ് തീംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് വിറ്റ് ആണ്. പിന്നെ ഓർഡിനറി ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ഓർഡിനറി ക്യാരക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഷോപ്പ് കീപ്പേഴ്സിനെയും ലേബറേഴ്സിനെയൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഹ്യൂമൻ ആയിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ വർക്ക്സിലുള്ളത്. ആ ക്യാരക്ടേഴ്സ് ഫ്ലോസും കമ്പാഷനും രണ്ടും ഷോ ബോത്ത് കമ്പാഷൻ ആൻഡ് ഫ്ലോസ് രണ്ടും കാണിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സ്
സ്റ്റോറി ടെല്ലിങ്ങിലൂടെ മോറൽ ലെസൺസ് ഓഫർ ചെയ്യുന്നുണ്ട്. മോറൽ ആയിട്ടുള്ള ഗുണപാഠങ്ങൾ വേദപാഠങ്ങൾ ഗുണപാഠങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ ഈസി ടു റീഡ് ആൻഡ് ആക്സസിബിൾ ടു ജനറൽ പബ്ലിക്. അദ്ദേഹത്തിന്റെ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ ഈസിയാണ്, ജനറൽ പബ്ലിക്കിന് നമുക്ക് സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ വായിക്കാൻ പറ്റുന്ന വർക്ക്സ് ആണ്. Then he played a key role in popularizing the short story genre in America. അമേരിക്കയിലെ ഷോർട്ട് സ്റ്റോറി ജാൻർ പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു കീ റോള് അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കീ ഫിഗർ ആയിരുന്നു അമേരിക്കയിൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോപ്പുലർ കൾച്ചർ. പോപ്പുലർ കൾച്ചറിനെ പോപ്പ് കൾച്ചർ എന്നും നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ മെയിൻ സ്ട്രീം ഐഡിയാസ്, ബിലീഫ്സ്, പ്രാക്ടീസസ് അല്ലെങ്കിൽ മീഡിയ എന്നിവയൊക്കെയാണ് ജനറൽ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മെയിൻ സ്ട്രീം ഐഡിയാസ്, ബിലീഫ്സ്, പ്രാക്ടീസസ്, മീഡിയ എന്നിവയാണ് എൻകോംസ് ചെയ്തിരിക്കുന്നത്. മാസ് മീഡിയ വഴിയാണ് ഇത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. അതായത് മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ടെലിവിഷൻ, ഫിലിം, മ്യൂസിക് എന്നിവയൊക്കെ പോപ്പ് കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ്. ഇത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും ഒരേപോലെയല്ല ഇരിക്കുന്നത്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആൻഡ് അഡാപ്റ്റിംഗ് ടു സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. സോഷ്യലും ടെക്നോളജിക്കൽ, കൾച്ചറൽ ചേഞ്ചസിനനുസരിച്ചിട്ട് ഇത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു എ ബ്രോഡ് ഓഡിയൻസ് അക്രോസ് വേരിയസ് ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. ഏജ് ഗ്രൂപ്പ്സും ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ ലൈക്ക് ഒരു ബ്രോഡ് ഓഡിയൻസിന് ആക്സസിബിൾ ആണ്. വേരിയസ് ഏജ് ഗ്രൂപ്പ്സിലും വേരിയസ് ബാക്ക്ഗ്രൗണ്ട്സിലും ഈ പോപ്പ് കൾച്ചർ ആക്സസിബിൾ ആണ്. ഇത് എപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നത് കറന്റ് ട്രെൻഡ്സിനെ അല്ലെങ്കിൽ ഫാഷന് അല്ലെങ്കിൽ പോപ്പുലർ, ആ ടൈമിൽ പോപ്പുലർ ആയിട്ടുള്ള എന്റർടൈൻമെന്റിനൊക്കെ ഇത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൊസൈറ്റിയുടെ വാല്യൂസിന്, കൺസേൺസിന്, ഡിസൈഴ്സിനൊക്കെ പോപ്പുലർ കൾച്ചർ മിറർ ചെയ്യുന്നുണ്ട്, എടുത്തു കാണിക്കുന്നുണ്ട്. ദെൻ ഇത് എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയാലിറ്റിയിൽ നിന്ന് ടെമ്പററി ആയിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് പോപ്പുലർ കൾച്ചർ ക്യാൻ ഡ്രൈവ് ഓർ റിഫ്ലക്ട് സോഷ്യൽ ചേഞ്ച്. പോപ്പുലർ കൾച്ചർ കാരണം നമുക്ക് സോഷ്യൽ ചേഞ്ച്, പോപ്പുലർ കൾച്ചറിലൂടെ നമുക്ക് സോഷ്യൽ ചേഞ്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചിനെ റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിനെ കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റും. പോപ്പുലർ കൾച്ചറിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പോയട്രി എഴുതിയിരിക്കുന്ന ഇന്ത്യൻ പോയറ്റ്സിന്റെ വർക്ക്സ് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. ദെൻ ഇന്ത്യൻ തീംസും വെസ്റ്റേൺ ലിറ്റററി ഫോംസും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ തീംസും വെസ്റ്റേൺ ലിറ്റററി ഫോംസും ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഏർലി പോയറ്റ്സ് എന്ന് പറയുന്നത് ഹെൻറി ഡെറോസിയോ ആൻഡ് തോറു ദത്ത് ആണ്. ഇത് അവരുടെ വർക്ക്സ് ഒക്കെ റൂട്ടഡ് ആയിട്ടുള്ളത് കൊളോണിയൽ ആൻഡ് നാഷണലിസ്റ്റ് കോണ്ടെക്സ്റ്റിലാണ്. ആ ഒരു ആസ്പെക്ട്സ് ഒക്കെ അവരുടെ വർക്ക്സിൽ പറയുന്നുണ്ട്. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഗ്രോത്തിലെ ആ ടൈമില്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമില് കീ ഫിഗേഴ്സ് ആയിട്ടുള്ളത് നിസിം എസക്കിയൽ, AK രാമാനുജൻ, കമലാദാസ്, R പാർത്ഥസാരഥി എന്നിവരാണ്. അവരുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ അവരുടെ തീംസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി, ഏലിയനേഷൻ, ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, പോസ്റ്റ് കൊളോണിയൽ കൺസേൺസ് എന്നിവയൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. പിന്നെ പ്ലൂറാലിറ്റി ഓഫ് വോയിസസ് ഉണ്ട്. ഒരു വോയിസ് അല്ല, മൾട്ടിപ്പിൾ വോയിസസ് ഉണ്ട്. പിന്നെ മൾട്ടി കൾച്ചറൽ എക്സ്പ്രഷൻ ആണ്. ഒരു കൾച്ചറിന്റെ എക്സ്പ്രഷൻ അല്ല, പല കൾച്ചറിന്റെ മൾട്ടി കൾച്ചറൽ എക്സ്പ്രഷൻ ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിലൂടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു വൈറ്റൽ പാർട്ടാണ്, നമുക്കറിയാം. പിന്നെ ട്രഡീഷണൽ മോഡേണിറ്റിനെയും ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. ദെൻ ലോക്കലിനെയും ഗ്ലോബലിനെയും നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിലൂടെ അത് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്, ലോക്കലിനെയും ഗ്ലോബലിനെയും ട്രഡീഷണൽ മോഡേണിറ്റിയെയും. ദെൻ നെക്സ്റ്റ് വൺ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവൽ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവൽ നമുക്കറിയാം ഒരു നറേറ്റീവ് ടെക്നിക് ആണ്. അത് പ്രസന്റ് ചെയ്യുന്നത് ഒരു ക്യാരക്ടറിന്റെ തോട്ട്സിനെയും ഫീലിങ്സിനെയും ഒരു നാച്ചുറൽ അല്ലെങ്കിൽ അൺസ്ട്രക്ചർഡ് വേയിലൂടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഇത് എമർജ് ചെയ്തിരിക്കുന്നത് 20th സെഞ്ചുറിയിലാണ്, ഏർലി 20th സെഞ്ചുറിയിലാണ്. മോഡേണിസത്തിന്റെ പാർട്ടായിട്ടാണ് ഇത് എമർജ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഫ്ലുവൻസ് ആയത് ഫ്രൂയിഡിയൻ സൈക്കോളജി ആൻഡ് വില്യം ജെയിംസിന്റെ തിയറി ഓഫ് കോൺഷ്യസ്നെസ് വഴിയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് റിയൽ ടൈം ഇന്നർ എക്സ്പീരിയൻസസിനെയും പിന്നെ മെമ്മറീസ്, ഇമോഷൻസ്, സെൻസേഷൻ എന്നിവയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. യൂസ് ഓഫ് ഇന്റീരിയർ മോണോലോഗ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലിന്റെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. ഇത് ഇങ്ങനെയുള്ള നോവൽസ് ലീനിയർ പ്ലോട്ട് സ്ട്രക്ചർ ഓഫൺ ഉണ്ടാവില്ല, ലാക്ക് ചെയ്യുന്നുണ്ട്. ലീനിയർ ആയിരിക്കില്ല, അൺലീനിയർ പ്ലോട്ട് സ്ട്രക്ചർ ആയിരിക്കും, കോംപ്ലെക്സ് ആയിരിക്കും പ്ലോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകുന്നില്ല, കോംപ്ലെക്സ് ആയിരിക്കും. പിന്നെ സൈക്കോളജിക്കൽ ഡെപ്തിലൊക്കെ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. പിന്നെ മേജർ റൈറ്റേഴ്സും വർക്ക്സും നമുക്ക് നോക്കാം. ജെയിംസ് ജോയ്സ്, വെർജീനിയ വുൾഫ്, ദെൻ വില്യം ഫോക്നർ എന്നിവരാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലിന്റെ മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ജെയിംസ് ജോയ്സിന്റെ യുലിസിസ്, ദെൻ വെർജീനിയ വോൾഫിന്റെ മിസസ് ഡാലോവി, ടു ദ ലൈറ്റ് ഹൗസ്, ദെൻ വില്യം ഫോക്നറിന്റെ ദ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്നിവയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ഫിക്ഷൻ ഓഫ് ആർ കെ നാരായൺ. ആർ കെ നാരായണന്റെ ഫിക്ഷനെ കുറിച്ച് നമ്മൾ ആർ കെ നാരായൺ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷന്റെ ഒരു പൈനിയർ ആണ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ പ്രൊഫൗണ്ട് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ. സ്മോൾ ടൗൺ ഇന്ത്യയിലെ ഓർഡിനറി ലൈഫിനെ കുറിച്ചാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ. ദെൻ ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി എന്നുള്ള ഒരു തീമും അദ്ദേഹത്തിന്റെ ഫിക്ഷനിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിനെ കുറിച്ചും ഡെസ്റ്റിനിയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഫിക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, പക്ഷെ സട്ടിൽ ആയിട്ടുള്ള ഹ്യൂമർ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ഡ്രിവൺ നെറേറ്റീവ്സ് ആണ് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ജെന്റിൽ ഐറണി നമ്മൾ പറഞ്ഞു, സട്ടിൽ ഹ്യൂമർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജെന്റിൽ ഐറണി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ഫിലോസഫിക്കൽ അണ്ടർടോൺസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ എക്സാമ്പിൾസ് ആണ് മാൽഗുഡി ഡേയ്സ്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ബാച്ചുലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, ദ ഗൈഡ്. ഇതിൽ ഒരു 3 എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചു വെക്കാൻ നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ, കൾച്ചറൽ സ്റ്റഡീസ്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ്. അത് കൾച്ചറിനെ ഒരു മീനിങ്ങിന്റെ പവറിന്റെ ഒക്കെ ഒരു സൈറ്റ് ആയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇത് എക്സാമിൻ ചെയ്യുന്നത് കൾച്ചർ എങ്ങനെ ഐഡന്റിറ്റിയെയും സൊസൈറ്റിയെയും പവർ സ്ട്രക്ചറിനെയും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നത് കൾച്ചറൽ സ്റ്റഡീസിലൂടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഇത് എമർജ് ചെയ്തിരിക്കുന്നത് UK-യിലാണ്. 1950s 60s കാലഘട്ടത്തിലാണ് ഇത് എമർജ് ചെയ്തിരിക്കുന്നത്. കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുവർട്ട് ഹാൾ, റേമൺ വില്യംസ്, റിച്ചാർഡ് ഹോഗട്ട് എന്നിവരാണ്. ഇവരാണ് കൾച്ചറൽ സ്റ്റഡീസിന്റെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസിന്റെ കീ കൺസേൺസ് എന്ന് പറയുന്നത് കൺസേൺസ് ആയിട്ട് വരുന്നത് റേസ്, ക്ലാസ്, ജെൻഡർ, സെക്ച്വാലിറ്റി ആൻഡ് ഐഡന്റിറ്റി എന്നിവയാണ് കീ കൺസേൺസ് ആയിട്ട് വരുന്നത്. ദെൻ ലിറ്റററി തിയറിയിൽ നിന്നും സോഷ്യോളജി, പിന്നെ ആന്ത്രപ്പോളജി, പിന്നെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എന്നിവയിൽ നിന്നൊക്കെ കൾച്ചറൽ സ്റ്റഡീസ് ഡ്രോ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് കൾച്ചറൽ ഹൈബ്രിഡിറ്റിയെയും റെസിസ്റ്റൻസിനെയും ലോക്കൽ ട്രഡീഷൻസിനെയും ഒക്കെ കൾച്ചറൽ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ എലമെന്റ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഹൈബ്രിഡിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ കൊളോണിയൽ ലെഗസീസിനെയും ഗ്ലോബലൈസേഷനെയും കൾച്ചറൽ സ്റ്റഡീസ് അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ആണ്. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്നത് ഒരു ഡ്രാമാറ്റിക് മൂവ്മെന്റ് ആണ്. പോസ്റ്റ് വേൾഡ് വാർ 2 വേൾഡ് വാർ 2 ശേഷമുള്ള ഉണ്ടായിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് മൂവ്മെന്റ് ആണ് തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്നത്. ഇതില് റിഫ്ലക്ട് ചെയ്യുന്നത് അബ്സേർഡിറ്റി, പിന്നെ ലൈഫിൽ ഉണ്ടാവുന്ന മീനിങ്ലെസ്നെസ്, മീനിങ് ഇല്ലാത്ത ഒരു അവസ്ഥ, പിന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ കയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് ഇൻസ്പയർ ആയിട്ടുള്ളത് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി അറിയാലോ, ആൽബർട്ട് കാമുവിന്റെ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് തിയേറ്റർ ഓഫ് അബ്സേർഡിനെ. ദെൻ നോൺ ലീനിയർ പ്ലോട്ട്സ് ആണ്.
ലീനിയർ ആയിട്ടുള്ള പ്ലോട്ട്സ് അല്ല, നോൺ ലീനിയർ പ്ലോട്ട്സ് ആണ്. ഒരു സർക്കുലർ സ്ട്രക്ചർ ആണ്, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിക്കും, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡിന്റെ. പിന്നെ പ്ലോട്ട്, വലിയ പ്ലോട്ട് ഒന്നുമില്ല, വലിയ കഥയൊന്നുമില്ല. അബ്സേർഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ലാക്ക് ഓഫ് പ്ലോട്ട് ആണ്. ദെൻ മിനിമലിസ്റ്റ് സെറ്റിംഗ്സ് ആണ്, മിനിമൽ സെറ്റിംഗ് ആയിരിക്കും. അതായത് പല പല സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും ഫുള്ള് പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിപ്പീറ്റീവ് ആണ്, റിപ്പീറ്റഡ് ആക്ഷൻസ് ഒക്കെയാണ്. പിന്നെ ഇല്ലോജിക്കൽ ഡയലോഗ്സ് ആണ്, നമുക്കൊരു ലോജിക്കും തോന്നാത്ത ഡയലോഗ്സ് ഒക്കെയാണ് തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൽ ഉള്ളത്. പിന്നെ ക്യാരക്ടേഴ്സ് ഓഫൺ അവര് കൺഫ്യൂസ്ഡ് ആണ്, പിന്നെ ഐസൊലേറ്റഡ് ആണ്, അവര് വേറെ കണക്ഷൻസ് ഒന്നുമില്ല, കുറെ കണക്ഷൻസ് ഒന്നുമില്ല. പിന്നെ അവര് ട്രാപ്ഡ് ആയിട്ട് നമുക്ക് കാണപ്പെടും. കൺഫ്യൂസ്ഡ്, ഐസൊലേറ്റഡ് ആൻഡ് ട്രാപ്ഡ് ആയിട്ട് നമുക്ക് കാണപ്പെടും. പിന്നെ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ ഡാർക്ക് ഹ്യൂമർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈലൻസും സിംബലിസവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മേജർ പ്ലേ റൈറ്റ്സ് എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റ്, യൂജിൻ ഐനസ്കോ, ദെൻ ഹറോൾഡ് പിൻഡർ ആൻഡ് ജോൺ ജെന്നെ. സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എലമെന്റ്സും അദ്ദേഹത്തിന്റെ ഈ വർക്കിൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വേറെ ഒറ്റ എക്സാമ്പിൾ എഴുതിയില്ലെങ്കിലും വെയിറ്റിംഗ് ഫോർ ഗോദോ എന്തായാലും എഴുതണം. പിന്നെ യൂജിൻ ഐനസ്കോന്റെ ദ ബാൽ സൊപ്രാനോ, പിന്നെ റൈനോസറസ്, അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഹറോൾഡ് പിൻഡറിന്റെ ദ ബർത്ത്ഡേ പാർട്ടി, പിന്നെ ജോൺ ജെന്നയുടെ ദ ബാൽക്കണി എന്നിവയൊക്കെ തിയേറ്റർ ഓഫ് ദ അബ്സേർഡിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. തീംസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ഡെസ്പെയർ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടും അതിന്റെ ഒരു യൂസ്ലെസ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്കാണ് തീംസ് ആയിട്ട് വരുന്നത്. ദെൻ അബ്സോർഡിറ്റി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ പറഞ്ഞു. ദെൻ ഏലിയനേഷൻ ആൻഡ് സെർച്ച് ഫോർ മീനിങ്, ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓഫൺ ഏലിയനേറ്റഡ് ആണ്. പിന്നെ അവരെപ്പോഴും ഒരു മീനിങ്ങിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞല്ലോ, സർക്കുലർ സ്ട്രക്ചർ ആണ്, എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് അവസാനിക്കുന്നത്. അവര് ഫുൾ ടൈം ഒരു മീനിങ്ങിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുകയാണ്. ദെൻ റെവല്യൂഷനൈസ് ദ മോഡേൺ ഡ്രാമയെ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് റെവല്യൂഷനൈസ് ചെയ്തു. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്ററിക്കൽ കൺവെൻഷൻസിനെയൊക്കെ ഇത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത് തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് വഴി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫ്ലുവൻസ് ഓഫ് എഡിസൺ ആൻഡ് സ്റ്റീൽ ഓൺ ഇംഗ്ലീഷ് റീഡിംഗ് ഹാബിറ്റ്സ്. എഡിസണും സ്റ്റീലും കാരണം ഇംഗ്ലീഷ് റീഡിംഗ് ഹാബിറ്റ്സ്, ആൾക്കാരുടെ ഇംഗ്ലീഷ് റീഡിംഗ് ഹാബിറ്റ്സിൽ ഉണ്ടായ ഇൻഫ്ലുവൻസ്, അതാണ് ക്വസ്റ്റ്യൻ. എഡിസൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് പീരിയോഡിക്കൽ എസ്സേസിന്റെ പൈനിയേഴ്സ് ആണ്. ടാറ്റ്ലർ എന്നുള്ള മാഗസിൻ ഫൗണ്ട് ചെയ്തത് സ്റ്റീലാണ്. പിന്നെ സ്പെക്ടേറ്റർ ഫൗണ്ട് ചെയ്തത് എഡിസണും സ്റ്റീലും ഒരുമിച്ച് കൂടിയാണ്. അവര് പീരിയോഡിക്കൽ എസ്സേ ഒരു പുതിയ ലിറ്റററി ഫോം ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അവര് ക്ലിയർ അല്ലെങ്കിൽ കോൺവെർസേഷണൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. അത് ഗ്രോയിങ് മിഡിൽ ക്ലാസിന്റെ ആ ഒരു റീഡർഷിപ്പിനെ അപ്പീൽ ചെയ്തിരുന്നു. ആ ടൈമിൽ മിഡിൽ ക്ലാസ് വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പൊ അവരുടെ റീഡർഷിപ്പിനെ അപ്പീൽ ചെയ്തിരുന്നു. പിന്നെ അവര് ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിരുന്നു. അത് ആൾക്കാരുടെ ഹാബിച്വൽ റീഡിങ്ങിനെ എൻകറേജ് ചെയ്തു. പിന്നെ അവര് റീഡിങ്ങിനെ ഒരു സോഷ്യൽ അഥവാ ഡൊമസ്റ്റിക് ആക്ടിവിറ്റി ആയിട്ട് മാറ്റി. ജസ്റ്റ് അക്കാഡമിക് പേർപ്പസിന് മാത്രമല്ല റീഡിങ്, അതൊരു സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റി ആയിട്ട് അവര് റീഡിങ്ങിനെ എഡിസണും സ്റ്റീലും കൂടി മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ടോപ്പിക്സ് ലൈക്ക് മൊറാലിറ്റി, മാനേഴ്സ്, പൊളിറ്റിക്സ്, ഫാഷൻ, ലിറ്ററേച്ചർ എന്നീ ടോപ്പിക്സ് ഒക്കെ അദ്ദേഹമല്ല അവർ രണ്ടുപേരും അവരുടെ വർക്ക്സിലൊക്കെ പീരിയോഡിക്കൽ എസ്സേസിലൊക്കെ കവർ ചെയ്തിരുന്നു. പിന്നെ ദേ ഹെൽപ് റീഡേഴ്സ് റിഫ്ലക്ട് ഓൺ പേഴ്സണൽ ബിഹേവിയർ ആൻഡ് സൊസൈറ്റി. അവരുടെ വർക്ക്സിലൂടെ അവരുടെ റീഡേഴ്സിനെ അവരുടെ പേഴ്സണൽ ബിഹേവിയറിലും സൊസൈറ്റീനെ കുറിച്ചൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ സഹായിച്ചു. പിന്നെ അവര് ക്രിയേറ്റ് ചെയ്ത ഒരു പേഴ്സോണയാണ് മിസ്റ്റർ സ്പെക്ടേറ്റർ എന്ന് പറയുന്നത്. മിസ്റ്റർ സ്പെക്ടേറ്ററിന് റീഡേഴ്സ് വായിക്കുമ്പോൾ മിസ്റ്റർ സ്പെക്ടേറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ദെൻ they influence the rise of modern journalism and essay writing. essay writing-നെയും പിന്നെ മോഡേൺ ജേർണലിസത്തിന്റെ റൈസിനൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ഫീച്ചേഴ്സ് ഓഫ് കമല ദാസ് ആൻഡ് നിസിം എസക്കിയൽസ് പോയട്രി. നിസിം എസക്കിയലിന്റെയും കമല ദാസിന്റെയും പോയട്രിയുടെ മേജർ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കമല ദാസിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫെഷണൽ ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റൈലാണ്. കൺഫെഷണൽ ടോണിലാണ്
കമലാദാസ് പോയിട്രി എഴുതിയിരുന്നത്. പിന്നെ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റൈലാണ്. നിസിം എസക്കിയലിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർബൻ റിയലിസം ആണ് ഉള്ളത്. പിന്നെ സോഷ്യൽ സട്ടയറും അദ്ദേഹത്തിന്റെ പോയിംസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കമലാദാസിന്റെ തീംസ് എന്ന് പറയുന്നത്, പോയിട്രിയുടെ തീംസ് ലവ്, ഫീമെയിൽ ഡിസയർ, ഐഡന്റിറ്റി, ഏലിയനേഷൻ എന്നിവയാണ് കമലാദാസിന്റെ പോയിട്രിയിൽ തീംസ് ആയിട്ട് വരുന്നത്. നിസിം എസക്കിയലിന്റെ തീംസ് നോക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി, കൾച്ചറൽ ഡിസ്ലൊക്കേഷൻ, ഇന്ത്യൻ മിഡിൽ ക്ലാസ് എന്നിവയാണ് നിസിം എസക്കിയലിന്റെ പോയിട്രിയിൽ തീംസ് ആയിട്ട് വരുന്നത്. കമലാദാസ് ബോൾഡ് ആയിട്ട് സെക്ഷുവാലിറ്റിനെ കുറിച്ചും ഇന്നർ ടേർമോയിലിനെ കുറിച്ചും എക്സ്പ്രസ് ചെയ്തിരുന്നു. കമലാദാസിന്റെ പോയിട്രിയിലൂടെ ബോൾഡ് ആയിട്ട് സെക്ഷുവാലിറ്റിനെ കുറിച്ചും ഇന്നർ ടേർമോയിലിനെ കുറിച്ചും എക്സ്പ്രസ് ചെയ്തിരുന്നു. നിസിം എസക്കിയല് ഇന്ത്യൻ ഇംഗ്ലീഷ് ഹ്യൂമറിന് വേണ്ടിയും ക്രിട്ടിസൈസ് ചെയ്യാനും വേണ്ടി, ക്രിട്ടിക്കിനും വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. കമലാദാസ് സിമ്പിൾ ആയിട്ട് ഇമോഷണലി ചാർജ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. സിമ്പിൾ ലാംഗ്വേജ് ആണ്, പക്ഷെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. നിസിം എസക്കിയലിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഒരു റിസ്ട്രെയിൻഡ് അല്ലെങ്കിൽ അയണി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഒക്കെ മാർക്ക് ചെയ്തിരുന്നു. കമലാദാസിന്റെ പോയിംസിന്റെ എക്സാമ്പിൾസ് ആണ് ആൻ ഇൻട്രൊഡക്ഷൻ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നിവയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നിസിം എസക്കിയലിന്റെ പോയട്രിയുടെ 2 എക്സാമ്പിൾസ് ആണ് ദ നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ, പിന്നെ ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ TS. പിന്നെ കമലാദാസിന്റെ പോയട്രിയിൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് മൂഡ് കാണാം, ഇമോഷണൽ, പിന്നെ ഫെമിനിസ്റ്റ് വോയിസ് ആണ് കമലാദാസിന്റെ പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻട്രോസ്പെക്റ്റീവ്, ഇമോഷണൽ ആൻഡ് ഫെമിനിസ്റ്റ് വോയിസ് ആണ്. നിസിം എസക്കിയലിന്റെ പോയട്രിയിൽ ഒബ്സർവേഷണൽ ഒരു ടോൺ ആണുള്ളത്, പിന്നെ ഐറോണിക് ആണ്. ഒരു മോഡേണിസ്റ്റ് ലെൻസിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പോയട്രി ഒക്കെ എഴുതിയിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സോ താങ്ക് യു ഗൈസ്.